നമസ്കാരം. പൗരത്വ ഭേദഗതി നിയമത്തിന്റെ നടത്തിപ്പ് സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് കേരളം സുപ്രീം കോടതിയിലേക്ക്. ബംഗാളും തമിഴ്നാടും അടക്കം പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ നിയമത്തിനെതിരെ കടുത്ത നിലപാടിലാണ്. ഈ നിയമമനുസരിച്ച് ആരും പൗരത്വത്തിന് അപേക്ഷിക്കരുതെന്ന് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി അവിടുത്തെ കുടിയേറ്റ ജനതയോട് ആവശ്യപ്പെട്ടു. രമേശ് ചെന്നിത്തല, ഡിവൈഎഫ്ഐ, മുസ്ലിം ലീഗ് തുടങ്ങിയവരും സുപ്രീം കോടതിയിലുണ്ട്. പൗരത്വ നിയമത്തിൽ പ്രതിഷേധിച്ച് UDF ഇന്ന് രാജ്ഭവൻ മാർച്ച് നടത്തി. SFI വിദ്യാർത്ഥികൾക്ക് നേരെ ഡൽഹി സർവകലാശാലയിൽ പോലീസ് നടപടിയുണ്ടായി. ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു. പൗരത്വം വിധി നിർണയിക്കുമോ? ലോക്സഭാ തിരഞ്ഞെടുപ്പ് പൗരത്വ നിയമത്തിന്റെ ലിറ്റ്മസ് ടെസ്റ്റോ? കേരളത്തിൽ എതിർക്കാൻ മുന്നിലാര്? നിയമ പോരാട്ടം ഫലം കാണുമോ? ഈ ചർച്ചയിൽ അഡ്വക്കേറ്റ് KS അരുൺകുമാർ CPM, ഷിബു മീരാൻ മുസ്ലിം ലീഗ്, അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭൻ BJP, KP നൌഷാദ് അലി കോൺഗ്രസ് എന്നിവർ. ആദ്യം അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭൻ, ഈ നിയമം ഇതുവരെയും ഭരണഘടനയുടെ പരീക്ഷ പാസ്സായിട്ടില്ല. കേരളം പോലെയുള്ള സംസ്ഥാനങ്ങൾ, അതുപോലെ സംഘടനകളൊക്കെ, മുസ്ലിം ലീഗ് പോലെയുള്ള സംഘടനകളൊക്കെ സുപ്രീം കോടതിയിൽ ഈ നിയമത്തിനെതിരെ ഉണ്ട്. ഇപ്പോൾ ചട്ടം രൂപീകരിച്ചപ്പോൾ ആ ചട്ടം ഉടനടി സ്റ്റേ ചെയ്യണം എന്ന് ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. വലിയ ഒരു നിയമ പോരാട്ടത്തിന് അരങ്ങൊരുങ്ങുകയാണ്. അപ്പോൾ കേസ് കോടതിയിലുള്ളപ്പോൾ 4 വർഷമായി, ഏതാണ്ട് 4 വർഷമായി. ഒരു ഇലക്ഷന് തൊട്ട് മുമ്പ് ഇതുപോലെ ചട്ടങ്ങൾ രൂപീകരിച്ച് ആകെപ്പാടെ ഇലക്ഷൻ രാഷ്ട്രീയത്തെ ആകെ തന്നെ സ്വാധീനിക്കുക എന്നൊരു രാഷ്ട്രീയ പദ്ധതിയുടെ ഭാഗമായിട്ടാണോ CAA ചട്ടങ്ങൾ വന്നത്? ഞാനിപ്പോൾ അഭിപ്രായ വോട്ടെടുപ്പ് കണ്ടുകൊണ്ടിരിക്കുക CNN IBN മൊബൈലിൽ. BJP ബീഹാറിലും അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തൂത്തുവാരുമെന്നാണ് അവർ പറയുന്നത്. ഇതൊക്കെ ഈ CAA നിയമം വിജ്ഞാപനം പുറപ്പെടുവിക്കുന്ന മുമ്പ് നടത്തിയ അഭിപ്രായ വോട്ടെടുപ്പുകളാണ്. ഇന്ത്യ TVയുടെ അഭിപ്രായ വോട്ടെടുപ്പും CAA വിജ്ഞാപനം പുറത്തു വരുന്നതിന് മുന്നെയാണ് പുറത്തു വന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ റൂളിംഗ് പാർട്ടി ഡെസ്പറേറ്റ് ആവേണ്ട ഒരു കാര്യവുമില്ല. ആരാ പറഞ്ഞു ഞങ്ങൾ ഡെസ്പറേറ്റ് ആന്ന്? ഹൂ ടോൾഡ് യു? സ്വയം അങ്ങോട്ട് തീരുമാനിക്കുക BJP ഡെസ്പറേറ്റ് ആന്ന്. അഭിലാഷേ, പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ പറയട്ടെ ഞാൻ പറയട്ടെ. പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്ന സ്വഭാവമുള്ള ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏക രാഷ്ട്രീയ പാർട്ടിയാണ് ഞങ്ങൾ. പ്രകടന പത്രിക തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കുപ്പത്തൊട്ടിയിലേക്ക് എറിയേണ്ട സാധനമല്ലെന്നും അത് ഭരണാധികാരിയുടെ മേശപ്പുറത്ത് വെച്ചിട്ട് അത് വായിച്ചു നോക്കി അതിൽ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യണമെന്നും വിശ്വസിക്കുന്ന, അതാണ് പ്രവർത്തന പദ്ധതി എന്ന് തീരുമാനമെടുത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടി. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ പ്രകടന പത്രികയിൽ ഞങ്ങൾ പറഞ്ഞതാണ് CAA നിയമം കൊണ്ടുവരും. പാകിസ്ഥാനും ബംഗ്ലാദേശും അഫ്ഗാനിസ്ഥാനിൽ നിന്നും മതപരമായ പീഡനങ്ങൾ കാരണം ഓടിപ്പോകേണ്ടി വന്ന അമുസ്ലിമുകളായ 6 സമുദായത്തിൽപ്പെട്ടവർക്ക് അവർ ഇന്ത്യയിൽ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് പൗരത്വം കൊടുക്കും എന്ന് ഞങ്ങൾ പറഞ്ഞതാ. അത് ഞങ്ങൾ നിയമം പാസാക്കി. ആ നിയമം പാസാക്കി അതിനുശേഷം ഇവിടെ കോവിഡ് വന്നു, ഇവിടെ പല വിഷയങ്ങളും വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളിതാ ഒരു മാസം മുന്നേ അമിത്ഷാ പറഞ്ഞു കോവിഡ് തെരഞ്ഞെടുപ്പല്ല, ഈ CAA വിജ്ഞാപനം തെരഞ്ഞെടുപ്പിന് മുമ്പ് കൊണ്ടുവരും. ഒരു മാസം മുന്നേ പറഞ്ഞു. ആദ്യം പറഞ്ഞത് ആരാന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ നിയമത്തിൻ്റെ ആനുകൂല്യം കിട്ടാൻ പോകുന്നൊരു സമുദായമുണ്ട് ബംഗാളിൽ, മഹുവ സമുദായം. കിഴക്കൻ പാകിസ്ഥാനിൽ നിന്നും ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ആട്ടിയോടിക്കപ്പെട്ട ലക്ഷക്കണക്കിന് വരുന്ന മഹുവ സമുദായം. 3-4 ജില്ലകളിൽ അവർ ഭൂരിപക്ഷമാണ്. ആ സമുദായത്തിൽപ്പെട്ട ശന്തനു എന്ന് പറയുന്ന BJPയുടെ MP-യും കേന്ദ്രമന്ത്രിയുമാണ് ആദ്യം പറഞ്ഞത്. പിന്നെ അമിത്ഷാജി പറഞ്ഞു, ഞങ്ങൾ ഒരു മാസം മുന്നേ പറഞ്ഞു ഞങ്ങൾ ഇലക്ഷന് മുമ്പ് നടപ്പിലാക്കും. ഞങ്ങൾ കൊണ്ടുവന്നു. ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുകയാണ്, പറയാത്ത കാര്യമല്ല. മജീഷ്യൻ തൊപ്പിനുള്ളിന്ന് മുയലിനെടുക്കും പോലെയല്ല, പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങളുടെ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യം ചെയ്യുന്നത്. അപ്പോഴേക്കൊക്കെ ഇവിടെ തെരഞ്ഞെടുപ്പിൻ്റെ അഭിപ്രായ വോട്ടെടുപ്പുകളൊക്കെ വന്നു. ഞങ്ങൾക്ക് ഇന്റേണൽ അസസ്മെൻറ്റും ഉണ്ട്, ഞങ്ങൾക്ക് എത്ര സീറ്റ് കിട്ടുന്നു, ഞങ്ങൾക്കൊരു ഇന്റേണൽ അസസ്മെൻറ്റും സംവിധാനമൊക്കെ ഉണ്ട്. അത് ഞങ്ങളുടെ ഇലക്ഷൻ കണ്ടിട്ടൊന്നല്ല. ഇറ്റ് ഈസ് അവർ പ്രോമിസ് ടു ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. ഞങ്ങൾ കൊണ്ടുവരും. അത് കൊണ്ടുവന്നു. ഇത് അപ്പോൾ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. പിന്നെ കോടതി പോയല്ലോ, 4.25 കൊല്ലമായല്ലോ. കൊമ്പ് കെട്ടിയ വക്കീലന്മാർ തലങ്ങും വിലങ്ങും വാദിക്കുന്നു. ഒരു സ്റ്റേ കിട്ടിയില്ലല്ലോ. ഒരു സ്റ്റേ ഇനിയും കിട്ടും. പോയിക്കോളൂ, കിട്ടുമെങ്കിൽ വാങ്ങിച്ചോളൂ.
ഇനിയും സൗകര്യം ഉണ്ടെന്ന്, കോടതി പൂട്ടിയിട്ടൊന്നുമില്ല. ചെല്ലു, നാളെ മറ്റന്നാൾ ചെന്ന് വാങ്ങാൻ പറ്റുമെങ്കിൽ വാങ്ങിക്കോളൂ, അത്രേ പറയാനുള്ളൂ. ശരി, കോടതിയിൽ എന്തായാലും കേരള സംസ്ഥാനം അടക്കം പോയിട്ടുണ്ട്. അതിന്റെ ഫലശ്രുതി എന്താകുമെന്നുള്ളത് കാത്തിരിക്കാം. ഷിബു മീരാൻ, ഈ നിയമത്തിന്റെ ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ഈ നിയമത്തിന്റെ ഗ്രൗണ്ടിലുള്ള പ്രതിഫലനം ഉണ്ടാവുക യഥാർത്ഥത്തിൽ പശ്ചിമ ബംഗാളിലും ആസാമിലുമാണ്. പക്ഷെ അതിന്റെ പൊളിറ്റിക്കൽ ഇംപ്ലിക്കേഷൻ കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിലാണോ കൂടുതലായി ഉണ്ടാവുന്നത്? യഥാർത്ഥത്തിൽ ഈ നിയമം കൊണ്ട് പ്രത്യേകിച്ച് ഗ്രൗണ്ടിൽ ചേഞ്ച് ഒന്നും വരാത്ത സംസ്ഥാനങ്ങളിലാണ് എനിക്ക് തോന്നുന്നു പശ്ചിമ ബംഗാളിൽ ഉണ്ടാവുന്നതിനേക്കാൾ കൂടുതൽ രാഷ്ട്രീയമായ പ്രതിരോധം ഉണ്ടാവുന്നത് എന്ന്. ഇപ്പോൾ ഈ ഇലക്ഷനെയൊക്കെ നിർണ്ണയിക്കുന്ന വിഷയമായിട്ട് കേരളത്തിൽ CAA വരാൻ പോവുകയാണോ? അല്ല, കേരളത്തെ സംബന്ധിച്ചിടത്തോളം അഭിലാഷ്, നമുക്കറിയാം ഇത്തരം വിഷയങ്ങളിലൊക്കെ എല്ലാ കാലത്തും വളരെ ഉയർന്ന രാഷ്ട്രീയ പ്രതിബദ്ധതയോടെ നമ്മൾ പ്രതികരിക്കാറുണ്ട്. ഇത് മലയാളികളെ ബാധിക്കുന്നോ ഇല്ലയോ എന്ന് നോക്കിയിട്ടല്ല. ഇത്തരം വിഷയങ്ങളിൽ കേരളവും കേരളത്തിലെ മതനിരപേക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങളും നിലപാട് സ്വീകരിക്കാറ്. സ്വാഭാവികമായും കേരളത്തിൽ നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പൊളിറ്റിക്കൽ ഡയലോഗിൻ്റെ ഭാഗമായി ഇത് വരിക തന്നെ ചെയ്യും. ഇപ്പോൾ നമ്മളിതിനകത്ത് മനസ്സിലാക്കേണ്ട വേറെ ചില കാര്യങ്ങളുള്ളത്, ഇപ്പോൾ ഈ ബംഗാളിൽ നിന്നൊക്കെയുള്ള ഈ പറഞ്ഞ മത്തുവ അടക്കമുള്ള സമുദായങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അടിയന്തരമായി നടപ്പാക്കുന്നതെന്ന് പറയുന്നല്ലോ. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഈ നിലവിൽ നമ്മുടെ ഒരു BJPയുടെ നേതാക്കന്മാർ ഇതിനകത്ത് പറയുന്നത് കേട്ടാൽ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് തോന്നിപ്പോവുക. ഒന്ന്, പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും നേരത്തെ കിഴക്കൻ പാകിസ്ഥാൻ ഇപ്പോഴത്തെ ബംഗ്ലാദേശിൽ നിന്നുമുള്ള അതാത് രാജ്യങ്ങളിൽ മതപീഡനത്തിനെതിരായ മനുഷ്യർ അവർ ഇന്ത്യയിലേക്ക് കടന്നു വന്നാൽ അവർ ആട്ടി ഓടിക്കണമെന്നൊരു നിലപാട് CAA എതിർക്കുന്നവർ സ്വീകരിക്കുന്നു എന്ന ഒരു നരേഷൻ ഇതിന് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. തെറ്റാണ്. അവരെ ഈ രാജ്യം സ്വീകരിക്കുന്നതിലോ അവർക്ക് പൗരത്വം കൊടുക്കുന്നതിലോ ഈ രാജ്യത്താരും എതിരല്ല. അവരെ ഈ രാജ്യം സ്വീകരിക്കണം, അവർക്ക് പൗരത്വം കൊടുക്കണം, അവരെ മാനുഷികമായ എല്ലാ പരിഗണനയോടെയും നമ്മൾ നമ്മുടെ രാജ്യത്ത് തുടരാൻ അനുവദിക്കണം. പക്ഷെ അതിന് നമ്മുടെ രാജ്യത്ത് നേരത്തെയും നിയമം ഉണ്ടായിരുന്നല്ലോ, അതിന് CAAയുടെ ആവശ്യമില്ല. ഇപ്പോൾ 2018 അന്ന് CAA ഇല്ലല്ലോ, BJP ഭരിക്കുന്ന ഘട്ടമാണ്. അന്ന് മന്ത്രിയായിരുന്ന നിത്യാനന്ദ റായിയോട് കിരോടിലാൽ മീണയുടെ ഒരു ചോദ്യമുണ്ട് ഇന്ത്യൻ പാർലമെന്റിൽ. അഫ്ഗാനിസ്ഥാനിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നുമുള്ള എത്ര ഹിന്ദു സിഖ് സമുദായ അംഗങ്ങൾക്ക് ഇന്ത്യ മഹാരാജ്യം ഇപ്പോൾ പൗരത്വം കൊടുത്തിട്ടുണ്ട്? അദ്ദേഹം കൊടുത്ത മറുപടി, അഫ്ഗാനിസ്ഥാനിൽ നിന്ന് 391 പേർ, പാകിസ്ഥാനിൽ നിന്ന് 1595 പേർ എന്ന് വെച്ചാൽ CAA വരുന്നതിന് മുൻപ് തന്നെ ഇത്തരത്തിൽ മതപരമായ പീഡനത്തിനിരയായ ആരെങ്കിലും ഈ രാജ്യത്തേക്ക് വന്നാൽ അവരെ സ്വീകരിക്കാനും പൗരത്വം കൊടുക്കാനുമുള്ള സംവിധാനം നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു. ഇപ്പോൾ ഈ 2014 ശേഷം മുൻപ് വന്നു എന്ന് പറയുന്നവർ തന്നെ ഒരു വർഷം കൂടി കഴിഞ്ഞാൽ 11 വർഷം പൂർത്തിയാവുന്ന മുറയ്ക്ക് ഈ നിയമത്തിന്റെ നേരത്തെയുള്ള വകുപ്പുകൾ പ്രകാരം അവർക്ക് പൗരത്വം ലഭിക്കും. അപ്പോൾ അവരെ നിലവിലുള്ള നിയമം അനുസരിച്ച് പൗരത്വം ലഭിക്കുമായിരുന്നു. പക്ഷെ അത് കുറെ കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. പാസ്പോർട്ട്, അതായത് നിങ്ങൾ പാകിസ്ഥാനിലോ അഫ്ഗാനിസ്ഥാനിലോ അതല്ലെങ്കിൽ മറ്റൊരു രാജ്യത്ത് ആയിരുന്നു എന്നുള്ളതിന് തെളിയിക്കുന്ന പാസ്പോർട്ട് ഇന്ത്യയിൽ വന്നതിന്റെ വിസ അല്ലെങ്കിൽ റെസിഡൻഷ്യൽ പെർമിറ്റ് തുടങ്ങി പത്രത്തിൽ പരസ്യം ചെയ്യൽ, ഒരു ഇന്ത്യൻ ലാംഗ്വേജിൽ ഇന്ത്യയിൽ നിലവിലുള്ള ഷെഡ്യൂൾ ചെയ്യപ്പെട്ടിരിക്കുന്ന ഏതെങ്കിലും ലാംഗ്വേജിൽ പ്രാവീണ്യമുണ്ട് എന്ന് തെളിയിക്കുന്ന വിദ്യാഭ്യാസ രേഖ, ഇങ്ങനെ കുറേ അധികം രേഖകൾ ആവശ്യമുണ്ടായിരുന്നെങ്കിൽ അത് വല്ലാതെ സിംപ്ലിഫൈ ചെയ്തിരിക്കുന്നു. പാസ്പോർട്ടോ വിസയോ ഒന്നും ആവശ്യമില്ലാതെ ഈ രേഖകളൊന്നും ഇല്ലാത്തവരായിരിക്കുമല്ലോ കൂടുതലും ഈ കുടിയേറ്റക്കാർ. അവർക്ക് പൗരത്വം കിട്ടാനുള്ള വഴി എളുപ്പമായിരിക്കുന്നു എന്നുള്ളത് അവിടെ ഉണ്ടല്ലോ. ആവട്ടെന്നേ, അതിൽ സിംപ്ലിഫൈ ചെയ്യേണ്ടതുണ്ടെങ്കിൽ സിംപ്ലിഫൈ ചെയ്യണം. പക്ഷെ നിങ്ങൾ എന്തിനാണ് CAAയുടെ ഭാഗമായി ഈ പറയുന്ന 3 രാജ്യങ്ങളിൽ നിന്നുള്ള 6 സമുദായ അംഗങ്ങളെ ഉൾപ്പെടുത്തുകയും ഒരു സമുദായത്തെ മാത്രം മാറ്റി നിർത്തുകയും ചെയ്തത്? ഇതിന് ഇന്ത്യക്കകത്തൊരു കോൺസിക്വൻസ് ഉണ്ട് അഭിലാഷ്. ഇപ്പോൾ ആസാം നമ്മുടെ രാജ്യത്ത് NRC നടപ്പിലാക്കിയ സംസ്ഥാനമാണ്. ആ ആസാമിൽ NRC നടപ്പാക്കിയപ്പോൾ 19 ലക്ഷം മനുഷ്യർക്ക് പൗരത്വ പട്ടികയുടെ പുറത്തു പോയി. ഇനി നമ്മൾ അവരെ മതപരമായി വിഭജിക്കുകയാണ്. മതപരമായി വിഭജിച്ചിട്ടോ നേരത്തെ എണ്ണിപ്പറഞ്ഞ സമുദായങ്ങളിലുള്ളവർക്ക് നമ്മൾ പൗരത്വം കൊടുക്കും. ഇതിൽ പെടാത്തൊരു സമുദായത്തിൽപ്പെട്ട മനുഷ്യർ, അവരുടെ കൂട്ടത്തിൽ ഈ രാജ്യത്തിന്റെ 5ാമത്തെ രാഷ്ട്രപതിയുടെ ഫക്രുദ്ദീൻ അലി അഹമ്മദിന്റെ കുടുംബക്കാർ പോലും ഉണ്ട്. കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്ത് ഈ രാജ്യം ആദരവ് കൊടുത്തൊരു ഒരു സൈനികന്റെ കുടുംബമുണ്ട്. അവരെ നമ്മൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? അവർക്ക് വേണ്ടി ഗോൽപ്പാറയിൽ നമ്മൾ വലിയ ഒരു ഡിറ്റൻഷൻ സെന്റർ പണിതുയർത്തുകയാണ്. അവരിൽപ്പെട്ട 1000 പേരെ ഇപ്പോൾ തന്നെ ആസാമിലെ നിലവിലുള്ള വിവിധ ജയിലുകളിൽ നമ്മൾ അടച്ചു കഴിഞ്ഞു. അപ്പൊ ഈ പ്രശ്നം നമ്മൾ അഡ്രസ് ചെയ്യണ്ടേ? ഇനി ഇവർ മാത്രമല്ലല്ലോ, ഇപ്പൊ മ്യാൻമറിൽ നിന്ന് വരുന്നവർ ഭീകരമായ വംശീയ ഹത്യക്കിരയായിട്ടാണ് അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് അഭയാർത്ഥികൾ വന്ന് നമ്മൾ അവരെന്താ ചെയ്യാൻ പോകുന്നത്? അവരെ ഡീപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കുന്നു. അവരെ ഡിറ്റൻഷൻ സെന്ററുകളിലേക്ക് പറഞ്ഞയക്കുന്നു. ചേരികൾക്ക് സമാനമായ ഇന്ത്യയിലെ റെഫ്യൂജി ക്യാമ്പുകളിൽ ആ മനുഷ്യർ പുഴുക്കളെ പോലെ ജീവിക്കുന്നു. അവരെ നമ്മൾ കാണുന്നില്ല. എന്തുകൊണ്ടാണ്?
അവർ പ്രത്യേക സമുദായത്തിൽപ്പെട്ടവരാണ്. നേരെ മറിച്ച് കൃത്യമായും ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷ സ്വഭാവമുള്ള ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവത്തെ അട്ടിമറിക്കുക, പൗരത്വത്തിനും പൗരാവകാശങ്ങൾക്കും മതം മാനദണ്ഡമാക്കുക എന്ന അപകടകരമായ ഇന്റൻഷൻ ഇതിന്റെ പുറകിലുണ്ട്. പിന്നെ ഇന്നലെ ഇപ്പൊ ഹോം ഡിപ്പാർട്ട്മെന്റ് പുറത്തിറക്കിയ ഒരു വാർത്താക്കുറിപ്പ് അതുകൂടി പറയാൻ അനുവദിക്കണം. അതിലൊരു സമുദായത്തെ പ്രത്യേകം അഡ്രസ് ചെയ്യാണ്. എന്നിട്ട് പറയുന്നത്, നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങളുടെ പൗരത്വം പോവില്ല. ആദ്യമായി മനസ്സിലാക്കേണ്ടത് ഇവരുടെ ഒന്നും ഔദാര്യത്തിലല്ല ഈ രാജ്യത്ത് മുസ്ലിങ്ങൾ ജീവിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി നടത്തിയൊരു പ്രസംഗമുണ്ട്. അതിലൊരു വാചകം ഇങ്ങനെയാണ്: आप लोग क्रोनोलॉजी समझो, पहले हम सीएए लाएंगे, फिर हम एनआरसी लागू करूंगा, फिर इन घुसपैठियों को एक एक चुन करके बाहर फेंक दूंगा. എന്ന് വെച്ചാൽ ആദ്യം നമ്മൾ CAA കൊണ്ടുവരും. ഇതാണ് അതിന്റെ ക്രോണോളജി. ആദ്യം CAA, പിന്നെ NRC, പിന്നീട് ഈ രാജ്യത്തെ നുഴഞ്ഞുകയറ്റക്കാരെ ഓരോരുത്തരായി നമ്മൾ എടുത്ത് പുറത്തേക്ക് വലിച്ചെറിയുമെന്നാണ്. കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലമായി രാജ്യത്തെ ഒരു ന്യൂനപക്ഷ സമൂഹത്തിന് നേരെ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന വേട്ട അത് വർത്തമാനകാല ഇന്ത്യൻ സമൂഹത്തിന്റെ മുന്നിലുണ്ട്. അതിനേക്കാൾ ഭീകരമായ ഒരു വലിയ വംശീയ വേട്ടയ്ക്ക് CAA അതിന്റെ ഒന്നാമത്തെ അരങ്ങൊലക്കലാണ്. തൊട്ടു പിന്നാലെ NRC നടപ്പാക്കി ഈ രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന മനുഷ്യരെ അപരവൽക്കരിക്കുക എന്ന കൃത്യമായ അജണ്ട രാജ്യം ഭരിക്കുന്നവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു വാദഗതികളെയും ഇതിനകത്ത് നിഷ്കളങ്കമായി കാണാൻ കഴിയില്ല. പ്രകടന പത്രിക ഇത് മാത്രമൊന്നുമല്ലല്ലോ പറഞ്ഞത്. 2 കോഴി തൊഴിലെടുക്കുമെന്ന് പറഞ്ഞില്ലേ? 60,000 ഒഴിവിലേക്ക് ഇവർ ഭരിക്കുന്ന UP യിൽ ഈ കഴിഞ്ഞ ദിവസം അപേക്ഷ കൊടുത്തത് 60 ലക്ഷം ചെറുപ്പക്കാരാണ്. അഭിലാഷ്, 60 ലക്ഷം തൊഴിൽരഹിതരുണ്ട് UP യിൽ മാത്രം, 1/2 കോടിയിലധികം. നമ്മൾ കാണണം. ഗുജറാത്ത് നിയമസഭയിൽ ചോദിച്ചൊരു ചോദ്യമുണ്ട്. 32 പേർക്കാണ് അവിടുത്തെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ 2,32,000 ചെറുപ്പക്കാർ രജിസ്റ്റർ ചെയ്തപ്പോൾ 32 പേർക്കാണ് ആ ഗവൺമെന്റ് അവിടെ ജോലി കൊടുത്തിട്ടുള്ളത്. 97,000 പേരാണ് ഒരു വർഷം അമേരിക്കയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അമേരിക്കയിലെ ഏജൻസികൾ ഇന്ത്യക്കാരെ, വിശേഷിച്ച് ഗുജറാത്തികളെ പിടികൂടുന്നത്. ഈ കഴിഞ്ഞ ദിവസം അമേരിക്കയിലേക്ക് മനുഷ്യക്കടത്തുകാർ ചാർട്ടർ ചെയ്തൊരു ഫ്ലൈറ്റിൽ കൊണ്ടുപോകുമ്പോൾ 300 പേർ അതിൽ ഇന്ത്യക്കാരാണ്. ഈ രാജ്യത്ത് ജീവിക്കാൻ നിവൃത്തിയില്ലാതെ ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിച്ച് ഇവിടുത്തെ ജീവിതം ഉപേക്ഷിച്ച് മനുഷ്യർ കുടിയേറുന്ന ഒരു കാലത്ത്, റഷ്യയുടെ കൂലിപ്പട്ടാളത്തിൽ പോലും ഇന്ത്യൻ ചെറുപ്പക്കാർ പോയി ചേരുന്ന ഒരു കാലത്ത് ഇതാവരുത് ഒരു ഗവൺമെന്റിന്റെ ഒരു പ്രിയോറിറ്റി എന്ന് പറയുന്നത്. ആ മനുഷ്യരെ പരിഗണിക്കണമെങ്കിൽ അതിന് നിലവിൽ സംവിധാനമുണ്ട്. അതിന് വ്യവസ്ഥകൾ സിംപ്ലിഫൈ ചെയ്യണമെങ്കിൽ ഒരു സമവായം ഉണ്ടാക്കി അത് കൊണ്ടുവരുന്നതിന് പകരം മതത്തിന്റെ പേരിൽ വിഭജിക്കാനുള്ള ശ്രമം അതിന് ന്യായീകരിക്കാൻ കഴിയില്ല. അത് ക്രൂരമായ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. ശ്രീ അരുൺ കുമാർ, ഇപ്പോൾ സംസ്ഥാന സർക്കാർ നിയമ പോരാട്ടം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ CAA നടപ്പായപ്പോൾ, CAA നിയമമായപ്പോൾ അതിനെതിരെ ആദ്യം പ്രമേയം പാസാക്കിയ സംസ്ഥാനം കേരളമാണ്. കോടതിയെ സമീപിച്ച സംസ്ഥാനം കേരളമാണ്. ഇപ്പോൾ സ്റ്റേ ഒരു സംസ്ഥാനം എന്നുള്ള നിലയിൽ ആവശ്യപ്പെടുന്ന ആദ്യ സംസ്ഥാനവും കേരളമാണ്. പക്ഷേ ഒന്ന് യൂണിയൻ ലിസ്റ്റിലുള്ള വിഷയമാണ് പൗരത്വം. സംസ്ഥാനങ്ങൾക്ക് കാര്യമായ റോളില്ല എന്ന് മാത്രമല്ല, ഈ പുതിയ ചട്ടങ്ങൾ വരുമ്പോൾ പൗരത്വം കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന എംപവർമെന്റ് കമ്മിറ്റി, അതിന് താഴെയുള്ള ഡിസ്ട്രിക്ട് ലെവൽ കമ്മിറ്റി, ഈ 2 കമ്മിറ്റികളിലും സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധികൾ ക്ഷണിതാക്കൾ മാത്രമാണ്. ഓരോരുത്തർ, സംസ്ഥാന സർക്കാരും റെയിൽവേയും കൊടുക്കുന്ന ഓരോ ക്ഷണിതാക്കൾ, ബാക്കി കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരാണ്. എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തിന് ഒരു റോളും ഇല്ലാത്ത ഒരു വിഷയത്തിൽ എത്രമാത്രം വിജയകരമാകും നിയമ പോരാട്ടം? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായിട്ടുള്ള തീരുമാനമുണ്ട്, ശുഭാപ്തി വിശ്വാസമുണ്ട്. ഇത് ഭരണഘടനയ്ക്കെതിരായിട്ടുള്ള നിയമമാണ്. ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി യോഗം ചേരുമ്പോൾ തന്നെ പൗരത്വത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള വിശദമായിട്ടുള്ള ചർച്ച നടന്നതാണ്. ലോകത്തെല്ലാമുള്ള ഹിന്ദുക്കൾക്ക് ഇന്ത്യയിൽ പൗരത്വം കൊടുക്കണമെന്നും അതുപോലെ ലോകത്തെല്ലാമുള്ള സിഖ് ജനവിഭാഗത്തിന് ഇന്ത്യയിൽ പൗരത്വം കൊടുക്കണമെന്നുള്ള വാദം വരെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ വന്നതാണ്. അതെല്ലാം വേണ്ടെന്ന് വെച്ചിട്ടാണ് കൃത്യമായിട്ടൊരു മാനദണ്ഡം, ജനനം, പൈതൃകം, രജിസ്ട്രേഷൻ, ഭൂപരിധിയിലെ താമസം, അതുപോലെ തന്നെ നിയമ നടപടികളിലൂടെയുള്ള പൗരത്വ സ്വീകരണം, ഈ 5 മാർഗങ്ങളിലേക്ക് ഭരണഘടന അംഗീകരിച്ചത്. ഇതിൽ കൂടുതലായി ഒന്ന് കൂട്ടിച്ചേർത്ത് ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന 7 രാജ്യങ്ങളിൽ 3 രാജ്യങ്ങളെ മാത്രം ഉൾപ്പെടുത്തുന്നു. അതുപോലെ 6 മതത്തിൽപ്പെട്ടവർക്ക് മാത്രം പൗരത്വം എന്ന് പറഞ്ഞ് പൗരത്വത്തിന്റെ മാനദണ്ഡം മതമായി മാറുന്ന സാഹചര്യം ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ്. എത്ര ഭൂരിപക്ഷം ഉണ്ടെങ്കിലും ഞങ്ങൾ ആ ഭൂരിപക്ഷത്തിനനുസരിച്ച് പ്രവർത്തിക്കും. അഹങ്കാരത്തിന്റെ ഭാഷയിൽ BJPയുടെ പ്രതിനിധി പറഞ്ഞത് ഞങ്ങൾ പ്രകടന പത്രികയിൽ പറഞ്ഞതാണ്, അതുകൊണ്ട് എന്തു വില കൊടുത്തും നടപ്പാക്കുമെന്ന് പറഞ്ഞാൽ അത് നടപ്പാക്കാൻ അനുവദിക്കില്ല, സാധിക്കില്ല എന്ന് തന്നെയാണ് CPM പ്രഖ്യാപിച്ചത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും ആദ്യം നിയമസഭയിൽ പ്രമേയം പാസാക്കി, സുപ്രീം കോടതിയിൽ പോയി നിയമ പോരാട്ടം ആരംഭിച്ചു. അതോടൊപ്പം തന്നെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 70 ലക്ഷം പേരെ അണിനിരത്തി മഹാമനുഷ്യച്ചങ്ങല സംഘടിപ്പിക്കുകയും എല്ലാം ചെയ്തു. സുപ്രീം കോടതിയിൽ അന്ന് സ്റ്റേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാദം നടക്കുമ്പോൾ ഞങ്ങൾ ഇതിൽ റൂള് പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ, റൂള് നടപ്പാക്കിയിട്ടില്ല, അതുകൊണ്ട് ഇത് പെട്ടെന്ന് നടപ്പാക്കാൻ പോകുന്നില്ല എന്ന് ഭരണകക്ഷി തന്നെ പറഞ്ഞ്, സോളിസിറ്റർ ജനറൽ തന്നെ പറഞ്ഞ് അത് ശരിക്കും അഡ്മിറ്റ് ചെയ്യുകയും
അണ്ടർടേക്ക് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് സുപ്രീം കോടതി അന്ന് സ്റ്റേ കൊടുക്കാത്തത്. എന്തുകൊണ്ട് ഒരു ആക്ട് പാസ്സാക്കിയാൽ 6 മാസത്തിനുള്ളിൽ റൂള് വരണം. 2019 ഡിസംബർ 11 ലോകസഭ പാസാക്കി, ഡിസംബർ 12 രാജ്യസഭ പാസാക്കി, ഡിസംബർ 13 പ്രസിഡന്റ് നോട്ടിഫൈ ചെയ്തു, പ്രസിഡന്റ് ഒപ്പിട്ടു. അപ്പോൾ എന്തുകൊണ്ടാണ് 6 മാസത്തിനുള്ളിൽ? ഇവർ പ്രകടനപത്രികയിൽ പറഞ്ഞ കാര്യമാണ് ഞങ്ങൾ എന്ത് നടപ്പാക്കുമെങ്കിൽ കൃത്യമായി ഭരണഘടനാപരമായി 6 മാസത്തിനുള്ളിൽ തന്നെ റൂള് വരണമായിരുന്നല്ലോ. 4.5 വർഷം കഴിഞ്ഞ് ഈ തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ വരുന്നതിന് ഒരാഴ്ച മുമ്പ് ധൃതി പിടിച്ച് ഇത്തരത്തിൽ ഒരു റൂള് പാസ്സാക്കുന്നത് രാജ്യത്തിൽ മതവിഭാഗീയത ഉണ്ടാക്കാനും വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാനും അതുപോലെ ഭൂരിപക്ഷത്തിന്റെ വോട്ട് ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതി തന്നെയാണ് ഇത്. ഏത് തരത്തിലിപ്പോ 2 കമ്മിറ്റികൾ രൂപീകരിക്കുന്നു, സംസ്ഥാനത്തിന്റെ പ്രതിനിധി അതിൽ നോമിനേറ്റഡ് അംഗം മാത്രമാണ് എന്നിരുന്നാൽ പോലും നടപ്പാക്കണമെങ്കിൽ സംസ്ഥാന ഗവൺമെന്റുകളുടെ പൂർണ്ണമായിട്ടുള്ള പിന്തുണ വേണ്ടിവരും. എത്ര കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രശ്നം വന്നാലും ഞങ്ങൾ ആധികാരികമായി പറയുന്നു, ഇത് കേരളത്തിൽ നടപ്പാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഞങ്ങൾ ഇന്ത്യൻ പാർലമെന്റിൽ കേരളത്തിൽ നിന്ന് ഒരംഗം മാത്രമേ ഈ നിയമം അവതരിപ്പിക്കുമുണ്ടായുള്ളൂ. 19 പേരും അന്ന് UDFന്റെ പ്രതിനിധികളാണ്. ആ 19-ൽ 17 പേർ കോൺഗ്രസിന്റെ അംഗങ്ങളാണ്. ആ കോൺഗ്രസിന്റെ 16 പേർ, ആ കോൺഗ്രസ് അംഗങ്ങളെല്ലാം അന്ന് ആ ലോകസഭയിൽ മിണ്ടാതിരുന്നു. ഒരക്ഷരം ഈ നിയമത്തിനെതിരെ വാക്ക് ഉച്ചരിക്കുന്ന സാഹചര്യം ഉണ്ടായില്ല. ഒന്ന് എഴുന്നേറ്റ് നിന്ന് പോലുമില്ല. 2 ലീഗ് അംഗങ്ങൾ ഇറങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടായി. ഈ നിയമത്തിനെതിരെ ഒരക്ഷരം പോലും ഉരിയാടാത്തവർ ഇപ്പോൾ വന്ന് 2 ദിവസമായി കേരളത്തിൽ വലിയ പ്രചരണം നടത്തുന്നു എന്ന് പറയുമ്പോഴും ഔദ്യോഗിക നേതൃത്വം കോൺഗ്രസിന്റെ ഒന്നും പ്രതികരിക്കുന്ന സാഹചര്യമില്ല. ഞങ്ങൾ ഇപ്പോഴും ഇന്ന് തന്നെ മന്ത്രിസഭാ യോഗം ചേർന്ന് അഡ്വക്കേറ്റ് ജനറലിനെ ചുമതലപ്പെടുത്തി നിയമ പോരാട്ടം തുടരുക, അടിയന്തരമായിട്ട് സ്റ്റേ വാങ്ങിക്കണം, അതിൻ്റെതായിട്ടുള്ള നീക്കങ്ങൾ ഇന്ന് തന്നെ ആരംഭിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എന്തു വില കൊടുത്തും ഇത് ഈ സംസ്ഥാനത്ത് നടപ്പാക്കാൻ കഴിയാത്ത തരത്തിലുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകും. നമുക്ക് പൗരത്വത്തിന്റെ മാനദണ്ഡം ഒരിക്കലും മതമായിട്ട് മാറാൻ ഇന്ത്യയുടെ ഭരണഘടന അനുവദിക്കുന്നില്ല. ഇന്ന് ഐക്യരാഷ്ട്രസഭ, യൂറോപ്യൻ യൂണിയൻ എല്ലാം ഇതിനെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് സാഹചര്യം വന്നു. ഇത് ലോകത്താകമാനമുള്ള മറ്റു വിഭാഗത്തിൽപ്പെട്ട, പ്രത്യേകിച്ച് ഹിന്ദു മതത്തിൽപ്പെട്ടവർക്ക് പോലും ആ രാജ്യങ്ങളിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇന്ത്യയിലെ ഭരണ നേതൃത്വം കൊണ്ടുവന്ന് എത്തിക്കുന്നത്. അതുകൊണ്ട് അഹങ്കാരം അവിടെ നിൽക്കട്ടെ, ഭൂരിപക്ഷം അവിടെ നിൽക്കട്ടെ. നിങ്ങൾ നടപ്പാക്കിയ ജനവിരുദ്ധ നയങ്ങളും ഭരണഘടനാ വിരുദ്ധ നയങ്ങളെയും എല്ലാം അതാത് സമയത്ത് ചോദ്യം ചെയ്ത് സുപ്രീം കോടതി ഇടപെടുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് നിയമ പോരാട്ടം തുടരും, അതിശക്തമായിട്ടുള്ള പ്രതിഷേധം തുടരും. അതുപോലെ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ ജനവിരുദ്ധ നയത്തെ, ഭരണഘടനാ വിരുദ്ധ നയത്തെ ഞങ്ങൾ ചെറുത്തു തോൽപ്പിക്കും, അതിൽ സംശയമില്ല. ശരി, ഇവിടെ KP നൗഷാദ് അലി, ലക്ഷക്കണക്കിന് ആളുകൾ പൗരത്വം ഈ പുതിയ നിയമത്താൽ നേടുമ്പോൾ അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ പൗരത്വം ഇല്ലാത്തവരായി തുടരുകയും ചെയ്യും. ഇപ്പോൾ അഭയാർത്ഥികളായി ഈ രാജ്യത്തേക്ക് വന്ന ഒരു കൂട്ടം ആളുകൾക്ക് പൗരത്വം, കുറെ അധികം ആളുകൾക്ക് പൗരത്വമില്ല. ഇന്നലെ ആഭ്യന്തര മന്ത്രാലയം ഒരു വാർത്താക്കുറിപ്പിലൂടെ വിശദീകരിച്ചത് ആരെയും ഞങ്ങൾ തിരിച്ചയക്കുന്നില്ല, അങ്ങനെയുള്ള ഒരു പരിപാടിയും ആലോചിക്കുന്നില്ല എന്നാണെങ്കിൽ പോലും പൗരത്വമില്ലാത്ത ആളുകൾ പശ്ചിമ ബംഗാളിലും ആസാമിലും ഒക്കെ എന്ത് ചെയ്യും എന്നൊരു ഗുരുതരമായ പ്രശ്നം നേരിടുന്നുണ്ട്. ഇത് കേവല രാഷ്ട്രീയത്തിന്റെ കള്ളുകൾക്ക് അപ്പുറത്തുള്ള ഒരു മനുഷ്യാവകാശ പ്രശ്നം കൂടിയായി മാറുമ്പോൾ ഇവിടെ BJP ഭരിക്കാത്ത സംസ്ഥാനങ്ങൾ പ്രതിരോധിക്കുന്നു, നിയമ പോരാട്ടം നടത്തുന്നു എന്നൊക്കെ പറയുമ്പോൾ എത്രമാത്രം ഫലപ്രാപ്തി ഉണ്ടാകും അതിന് എന്നുള്ളത് നമ്മുടെ മുമ്പിലുള്ള ഗൗരവപൂർണമായ ഒരു ചോദ്യമാണല്ലോ. അഭിലാഷ്, ഇവിടെ ആസാമിൽ 16ഓളം ഡീറ്റൻഷൻ സെൻ്ററുകളുടെ പണി പൂർത്തിയായി കഴിഞ്ഞു എന്നുള്ളതാണ് പറയപ്പെടുന്നത്. ഈ പറഞ്ഞ ഒരു വിഭാഗം മനുഷ്യരെ മതം നോക്കി ആ ഡീറ്റൻഷൻ സെൻ്ററിലേക്ക്, ആ തടങ്കൽ പാളയത്തിലേക്ക് മാറ്റി നരകതുല്യമായ ജീവിതത്തിലേക്ക് അവരെ ചവിട്ടിത്തള്ളി ഇറക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു പരിഷ്കൃത ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും കാണാൻ അല്ലെങ്കിൽ സഹിക്കാൻ കഴിയാത്ത തരത്തിലുള്ള കരളിയിക്കുന്ന കാഴ്ചകളിലേക്കാണ് ഈ രാജ്യം പോകുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം അവരാഗ്രഹിക്കുന്നത് അതാണ്. മതത്തിൻ്റെ പേരിൽ ആളുകളെ വിവിധ തട്ടുകളിലായി തിരിക്കുന്നതിലൂടെ മാത്രമേ അവർക്കൊരു ജീവശ്വാസമുള്ളൂ. ഞാനും ഇവിടെ ചില സർവേ റിപ്പോർട്ടുകൾ കാണുകയായിരുന്നു. ജനസംഘത്തിൻ്റെ ഏറ്റവും വലിയ നേതാക്കളിൽ ഒരാളായിരുന്ന നാനാജി ദേശ്മുഖിൻ്റെ കൊച്ചുമകൻ്റെ ചാനലും ABP ന്യൂസും ഒക്കെ ചേർന്ന് നടത്തിയ ഒരു അഭിപ്രായ സർവേ ഞാനും വായിച്ചു കഴിഞ്ഞാണ്. ആ സർവേക്കകത്തൊക്കെ ഉള്ളത്, ഞാൻ ആ സർവേ ഉള്ളതെന്ന് വിശ്വസിക്കുന്നില്ല, ആ സർവേക്കകത്തുള്ളത് ഈ രാജ്യത്തെ 40ലധികം സീറ്റുള്ള 4 സംസ്ഥാനം, തമിഴ്നാട്, ബംഗാൾ, ബീഹാർ, മഹാരാഷ്ട്ര, ഈ 4 സംസ്ഥാനങ്ങളിൽ നിന്ന് 120 സീറ്റുകൾ ഇന്ത്യ മുന്നണി നേടുമെന്നാണ് ആ സർവേയിലുള്ളത്. തമിഴ്നാട് തൂത്തുവാരുമെന്നാണ് ഉള്ളത്. അവിടെ മഹാരാഷ്ട്രയിലും ബീഹാറിലൊക്കെ 25-ന് മുകളിലാണ് സീറ്റുകൾ പറയുന്നത്. അവിടെയൊക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP സ്വീപ്പ് ചെയ്ത സംസ്ഥാനങ്ങളാണ് അവയിൽ മിക്കതും. അപ്പോൾ ഇത്തരത്തിലൊക്കെയുള്ളൊരു സാഹചര്യത്തിൽ പരമാവധി ഘടകകക്ഷികൾ പിണങ്ങിപ്പോയവരെ തിരിച്ചു കൊണ്ടുവരിക, പരമാവധി
ധ്രുവീകരണം ഉണ്ടാക്കുക, ഇതുപോലുള്ള തുറുപ്പുചീട്ടുകൾ പയറ്റുക, പരമാവധി പ്രതിപക്ഷ പാർട്ടികളിലുള്ള ആളുകളെ ചാക്കിടുക, ഭയപ്പെടുത്തുക, ഭീഷണിപ്പെടുത്തുക, തങ്ങളുടെ പാളയത്തിൽ ചേർക്കുക, ഇത്തരം കലാപരിപാടികളുടെ ഭാഗമായിട്ട് BJP നടത്തുന്ന ആർട്ടിക്കിൾ 14 വിരുദ്ധം ആർട്ടിക്കിൾ 15(1), 15(2), ആർട്ടിക്കിൾ 21, ആർട്ടിക്കിൾ 25, ആർട്ടിക്കിൾ 29 ഇങ്ങനെ ഭരണഘടനയുടെ സമ്പൂർണ്ണമായ ആശയങ്ങൾക്കും ആഖ്യായികകൾക്കും വിരുദ്ധമായൊരു നീക്കവുമായിട്ട് അവർ മുന്നോട്ട് വരികയാണ് ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട്. ഇവിടെ മറ്റൊന്ന് പറഞ്ഞാൽ ഇവിടെ BJP ഇതൊക്കെ പ്രകടന പത്രിക പാലിക്കുകയാണെന്ന് നരേന്ദ്രമോദി എന്ന വ്യക്തി പറഞ്ഞ വാക്കുകളുമായിട്ട് പ്രവർത്തിക്ക് യാതൊരു ബന്ധമില്ലാത്ത ആളാണ്. അദ്ദേഹം 15 ലക്ഷം രൂപ കള്ളപ്പണം കൊണ്ടുവന്ന് തരുമെന്ന് പറഞ്ഞു, അതില്ല. അദ്ദേഹം 2014 തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഗ്യാസ് കുറ്റി നോക്കിയിട്ട് വേണം വോട്ട് ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞ ആളാണ്. അന്ന് 350 രൂപ ഇട്ട ഗ്യാസ് അയാൾ 1000 രൂപയാക്കി, പെട്രോളിനും ഡീസലിനും 50 രൂപക്ക് താഴെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ ആളാണ് ഇപ്പം 100 മുകളിലാക്കി. രാജ്യത്ത് തൊഴിലില്ലായ്മ ഇല്ലാതാക്കി പ്രതിവർഷം 2 കോടി തൊഴിൽ വാഗ്ദാനം ചെയ്ത് വന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്താണ് രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ തൊഴിലില്ലായ്മ നിരക്കുണ്ടായത്. ഇത്തരത്തിൽ പറഞ്ഞ വാക്കുമായിട്ട് പുലബന്ധമില്ലാത്തയാളാണ് നരേന്ദ്രമോദിയും ഭരണകൂടവും. പക്ഷേ അവരിത്തരത്തിലുള്ള ധ്രുവീകരണങ്ങളിലൂടെ ആളുകളുടെ കബന്ധവും ചോരപ്പുഴയും ഒഴുക്കി അതിലൂടെ അധികാരത്തിൻ്റെ ഗിരിശൃംഖങ്ങളിലേക്ക് ആരോഹണം ചെയ്യുന്നവരാണ് അവർ. ആ പണിയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന നിമിഷങ്ങളിൽ അവരെടുക്കുന്നത്. രാജ്യം അത് തിരിച്ചറിയുന്നുണ്ട്. പിന്നെ ഇപ്പോൾ CPM-കാർ ഇവിടെ പറഞ്ഞു നടപ്പിലാക്കില്ല എന്ന്. എങ്ങനെയാണ് ഈ നടപ്പിലാക്കാതിരിക്കാനുള്ള അവരുടെ കേരളത്തിലെ തന്ത്രം എന്നൊന്ന് വിശദീകരിച്ചാൽ കൊള്ളാം. ഇവിടെ കഴിഞ്ഞ 2019 കേസിൽ 801 ഇവിടെ പിൻവലിക്കാൻ ബാക്കി കിടപ്പുണ്ട്. 6000 ചില്ലാനം അധികം ആളുകൾ പ്രതികളായിട്ടുണ്ട്. എന്തിനു പറയുന്നു? KSEB 2019 പുറത്തിറക്കിയ ഒരു വിജ്ഞാപനത്തിൽ KSEBയിൽ ഗാർഹികേതര കണക്ഷനുകൾ ലഭിക്കാൻ സമർപ്പിക്കേണ്ട രേഖകളുടെ കൂട്ടത്തിൽ NPR ഉണ്ട്. ഇതൊക്കെ കേന്ദ്രം ഒരു പടി മുന്നോട്ട് പോകുമ്പോൾ അത് മരത്തിൽ കണ്ട് ചലിക്കുന്ന ഇവിടുത്തെ കേന്ദ്ര ഭരണത്തിൻ്റെ കരപരിലാളനകളേറ്റ് മുന്നോട്ട് പോകുന്ന പിണറായി വിജയനൊക്കെ വോട്ട് കിട്ടാൻ വേണ്ടി ഓരോ തന്ത്രമായിട്ട് വരുന്നു. എന്നിട്ട് പച്ച നുണ പറയാണ്. 17-16 കോൺഗ്രസ് MP-മാർ അവിടെ മിണ്ടാതിരുന്നു എന്ന്. എന്തർത്ഥത്തിൽ, എന്ത് ഡാറ്റകളുടെ അടിസ്ഥാനത്തിലാണ് അരുൺകുമാറെ താങ്കൾ ഇത്തരത്തിലുള്ള പ്രാസമൊപ്പിച്ചുള്ള നുണകൾ പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഏതായാലും ആരിഫൊക്കെ ഒരു പേപ്പറിൽ എഴുതി വെച്ച കാര്യങ്ങൾ എന്നെ കൂട്ടി വായിക്കാൻ പെടാപ്പാടുപെടുന്ന ആരിഫ് അവിടെ ശബ്ദമെടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ മറ്റുള്ളവരൊന്നും ഇല്ല, കുറേ ആൾ ഇറങ്ങിപ്പോയി എന്നൊക്കെ പറയുമ്പോൾ എന്തിനാണ് നിങ്ങളിങ്ങനെ കള്ളം പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഈ ഇരകളുടെ അടുപ്പക്കാരായി നിന്ന് എന്തെങ്കിലുമൊക്കെ നേട്ടം കിട്ടുമോ എന്ന് ശ്രമിക്കുന്നത്? നിങ്ങൾ വേട്ടക്കാരുടെ കൂടെ ഓടുന്നവരാണ്. ഇടവേണ്ട അരുൺകുമാർ ഇടപെടൽ അവസരം. നിങ്ങൾ ഇരകളോടൊപ്പം നിന്ന് വേട്ടക്കാരോടൊപ്പം ഓടുന്ന ആളുകളാണ്. നിങ്ങളുടെ മുഖം മൂടിയൊക്കെ ഇവിടെ അനാവൃതമായി കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ അതിനെക്കുറിച്ച് ഒന്നുമില്ല നിങ്ങൾ ഇതിനെതിരെ ശബ്ദിക്കുക. ഈ വിഷയത്തിൽ രാജ്യമാകമാനം വലിയ പ്രക്ഷോഭമുണ്ടാക്കി BJP ഭയക്കുന്ന ഏറ്റവും വലിയ പ്രതിപക്ഷ കക്ഷിക്ക് നേരെ നിറയൊഴിച്ചുകൊണ്ട് നിങ്ങൾ എങ്ങനെയാണ് ഈ BJP-യുടെ ഫാസിസ്റ്റ് വിരുദ്ധതയൊക്കെ നടപ്പിലാക്കുന്നത് എന്ന് ചിന്തിക്കാനുള്ള ശേഷിയും ശേമുഷിയും ഒക്കെ കേരളത്തിലെ ജനാധിപത്യ മനസ്സുകൾക്കുണ്ട്. അതുകൊണ്ട് ഇത്തരം മുട്ടാപ്പോക്കുകളുമായിട്ട് നിങ്ങൾ വരരുത്. ഒന്നുകിൽ ഈ നയങ്ങൾക്കെതിരെയൊക്കെ നമുക്കൊരു ഏകരൂപം ഉണ്ടാക്കി പോകാനുള്ള ആശയതലത്തിലെങ്കിലും അതൊരു ഏകരൂപം ഉണ്ടാക്കാലോ. നമ്മൾ ഒരുമിച്ച് സമരം നടത്തണ്ട. നിങ്ങൾ പരസ്പരം നിറയൊഴിക്കുന്ന ഈ പണി, അതും അസത്യം പറഞ്ഞിട്ട് ചെയ്ത പണിയൊക്കെ ഒന്ന് മാറ്റിവെക്കൂ. നമുക്ക് നോക്കാം ആർക്ക് എങ്ങനെ വോട്ട് കിട്ടും, എന്താണ് ഇന്ത്യ രാജ്യത്തിൻ്റെ സ്ഥിതി എന്നൊക്കെ. ഏതായാലും ഈ വലിയ ഭരണഘടനാ വിരുദ്ധതയ്ക്കെതിരെ, ഈ വലിയ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൗരത്വം നൽകി ഭാരതത്തിൻ്റെ ഒരു പൗരാണിക കാലം തൊട്ടുള്ള വലിയൊരു സാംസ്കാരിക ധാരയ്ക്ക് കുറുകെ നിൽക്കുന്ന ഈ BJP-യുടെ നടപടിക്കെതിരെ മുഴുവൻ ജനമനസാക്ഷിയും ഉണരേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഇത് ഇവിടെ വിലപ്പോകാൻ പോകുന്നില്ല. ഏതായാലും ഇത്തരത്തിലുള്ള ആ ധ്രുവീകരണത്തിൻ്റെ രാഷ്ട്രീയവുമായിട്ട് എത്രനാൾ BJP-ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണുക തന്നെ ചെയ്യാം. അഭിലാഷ്, ശരി. അല്ല, അതിനകത്ത് എനിക്ക് തോന്നുന്നു അരുൺകുമാർ നേരത്തെ പറഞ്ഞതിനകത്ത് എനിക്ക് തോന്നുന്നു NIA ഭേദഗതി ബില്ലിൽ കോൺഗ്രസ് അംഗങ്ങൾ സഭയിൽ ഇരുന്നതിനെ കുറിച്ചാണ് ആന്റോ ആന്റണിയുടെ ആ പരാമർശം എന്നാണ് എനിക്ക് തോന്നുന്നത്. സോഷ്യൽ മീഡിയയിലൊക്കെ വന്നപ്പോൾ മാറിയതായിരിക്കും. എന്തായാലും സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ട് വന്ന സമയത്ത് അത് സഭകളിൽ ചർച്ചയ്ക്ക് വന്നപ്പോൾ വളരെ ശക്തമായി കോൺഗ്രസ് എതിർത്തിരുന്നു. രാജ്യസഭ ഈ ബില്ല് പാസ്സാക്കിയത് 105-നെതിരെ 125 വോട്ടുകൾക്കാണ്. അന്ന് ഗുലാം നബി ആസാദ് കോൺഗ്രസിലുണ്ട്. ഗുലാം നബി ആസാദാണ് അന്നത്തെ രാജ്യസഭാ കക്ഷി നേതാവ്. ഞാൻ വേണം അന്നത്തെ വാർത്ത വായിക്കാം.
അദ്ദേഹം വളരെ ശക്തമായി ഈ വിഷയത്തിനെ എതിർക്കുന്നുണ്ട്. Earlier, the leader of opposition in the House, Ghulam Nabi Azad, asked why the amended bill did not include countries such as Bhutan, Sri Lanka and Myanmar. Congress MP Anand Sharma said the bill went against the preamble of the constitution and asked the BJP to introspect following violent protests against the law in the northeast. The army was earlier deployed in Assam. അങ്ങനെ തുടങ്ങി ആം ആദ്മി പാർട്ടി, കോൺഗ്രസ് തുടങ്ങിയ കക്ഷികളൊക്കെ ഈ സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് അന്ന് ആക്ടായിട്ടുള്ള ബില്ലാണ്. ആ ബില്ലിന്മേലുള്ള വോട്ടെടുപ്പിൽ അല്ലെങ്കിൽ ആ ചർച്ചയിൽ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ വരുമ്പോഴുള്ള ഒരു കൺഫ്യൂഷൻ ആണെന്ന് തോന്നുന്നു. ഞാൻ പറയാം, ഒറ്റ മിനിറ്റ്. അല്ല അഭിലാഷ്, ഇന്ന് ശ്രീ ആന്റോ ആന്റണി 2-3 ടേമായി ലോകസഭയിലുള്ള വ്യക്തി. ആ വ്യക്തിയോട് ഈ കേരളത്തെ മുഴുവൻ പത്രപ്രവർത്തകരും ചോദിച്ചു, പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യയുടെ പാർലമെന്റിൽ നിങ്ങൾ എതിർത്തിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എനിക്ക് ആ വിഷയത്തിൽ പഠിച്ചിട്ടേ മറുപടി പറയാൻ പറ്റൂ. ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരു MP ഇത്രയും സുപ്രധാനമായിട്ട് ഒരു ബില്ല് രാജ്യത്തിൽ പൗരത്വത്തിന്റെ മാനദണ്ഡം മതമായി മാറുന്ന സാഹചര്യത്തിൽ നിങ്ങൾ എതിർത്തോ എന്ന് ചോദിച്ചപ്പോൾ പോലും ഓർമ്മയില്ല, എനിക്ക് പഠിക്കണം എന്ന് പറഞ്ഞത് അവിടെ എതിർത്തിട്ട് വന്നിട്ടല്ല. കൃത്യമായി പറയുന്നു, ലോകസഭയിൽ കോൺഗ്രസിന്റെ ഒരു MP മാരും അതിനെതിരെ കമാ എന്നൊരക്ഷരം ഉരിയാടിയിട്ടില്ല. രാഹുൽ ഗാന്ധി എന്ന മനുഷ്യൻ ആസാമിൽ പറഞ്ഞത് ഇതിനെ എതിർത്ത് തോൽപ്പിക്കുമെന്ന് അതിന്റെ ഉറവിടത്തിൽ ചെന്ന് ആസാമിൽ പറഞ്ഞ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള പാനലിനെതിരെ നിങ്ങളെ നുണപ്രചരണങ്ങൾ പറയേണ്ട കാര്യമില്ല സുഹൃത്തെ, കാര്യമില്ല. ഇവിടെ KSCBക്ക് NPR ഏർപ്പെടുത്തിയ പിണറായി വിജയൻ ഇങ്ങനെയുള്ള നുണ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ആദ്യം കേസ് പിൻവലിക്ക്. നിങ്ങൾ KSCBയുടെ മാനദണ്ഡത്തിൽ നിന്ന് NPR മാറ്റ്. നിങ്ങൾ NPR മാറ്റ്. നിങ്ങൾ ട്രാൻസിഷൻ കേന്ദ്രം സ്ഥാപിച്ചില്ലേ കൊല്ലത്ത്? എന്താ ഈ ട്രാൻസിഷൻ കേന്ദ്രത്തിന്റെ മറ്റ് അജണ്ടകളും ലക്ഷ്യങ്ങളും ഒക്കെ? നിങ്ങൾ ആദ്യം KSCBയിലെ NPR മാറ്റിയെങ്ങാതി. സ്നേഹിത, രാഹുൽ ഗാന്ധിയാണ് ഈ രാജ്യത്തിനെതിരെ കത്തിജ്വലിച്ചത്. രാഹുൽ ഗാന്ധി ആ മനുഷ്യന്റെ നേതൃത്വത്തിലുള്ള പാനലാണ് കേരളത്തിൽ മത്സരിക്കുന്നത്. നുണ പറഞ്ഞിട്ട് കാര്യമില്ല. സ്നേഹിത, നുണ പറഞ്ഞിട്ട് കാര്യമില്ല. രാഹുൽ ഗാന്ധി ആസാമിൽ നിന്നാണ് പ്രഖ്യാപിച്ചത്. ആസാമിൽ നിന്ന് ഇതിന്റെ ഉറവിടത്തിൽ ചെന്ന് സ്നേഹിത, ഇവിടെ EDയും കസ്റ്റംസും NIAയും ഇന്ത്യൻ ടാക്സും ഒക്കെ സഹായിക്കുന്ന പിണറായി വിജയനിൽ കേരളത്തിലെ ജനങ്ങൾക്ക് വിശ്വാസമില്ല. വാചാടോപങ്ങൾ കൊണ്ട് കാര്യമില്ല. ഇതിപ്പോ കേരളത്തിലെ ജനങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശേഷിയുള്ള ആളുകളാണല്ലോ. നിങ്ങൾ കോൺഗ്രസും CPM തമ്മിൽ ഒരു ഇലക്ഷന്റെ ഘട്ടത്തിൽ ഇങ്ങനെ തർക്കിക്കല്ലേ? അത് വിടാം, ഞാൻ വരാം. ശ്രീ VP ശ്രീപത്മനാഭൻ, ഇവിടെ ഒരു വലിയ പ്രശ്നം താങ്കൾ ചോദിച്ചു. മാറ്റുവ കമ്മ്യൂണിറ്റിക്ക് അവിടെ പശ്ചിമ ബംഗാളിൽ വലിയ സന്തോഷമായില്ലെന്ന് ശരിയാണ്. 30 ലക്ഷം വരുന്ന ആളുകളുണ്ട് അവിടെ. രാജ് ബൻഹി വിഭാഗക്കാരുണ്ട്. അങ്ങനെ ഒരു 30, 35, 40 ലക്ഷം ആളുകൾക്ക് പുതുതായി പൗരത്വം കിട്ടുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. അവർക്ക് നല്ലത് തന്നെ പൗരത്വം കൊടുക്കുന്നതിൽ. പക്ഷേ മതത്തിന്റെ പേരിൽ, മതം എന്ന ഒരൊറ്റ ഫാക്ടറിന്റെ പേരിൽ അവരെ പോലെ തന്നെ ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന ആളുകൾ പൗരന്മാരല്ലാതാവുന്നു, അല്ലെങ്കിൽ അവർക്ക് പൗരത്വം കിട്ടാതെ വരുന്നു. അവരെ എന്ത് ചെയ്യും? അവരെ ഡിറ്റൻഷൻ ക്യാമ്പുകളിൽ അടച്ച് അതല്ലെങ്കിൽ അവരെ ഡിപ്പോർട്ട് ചെയ്യുന്നത് വരെ എങ്ങനെ ഈ രാജ്യത്ത് തുടരാൻ അനുവദിക്കുന്നു? ഇങ്ങനെയൊക്കെയുള്ള ഗൗരവപൂർണ്ണമായ പ്രശ്നമുണ്ട്. അത് ആഗോളതലത്തിൽ തന്നെ വലിയ മനുഷ്യാവകാശ പ്രശ്നമായി മാറും. ഇപ്പോൾ തന്നെ UN-ഉം US-ഉം അടക്കമുള്ള സംവിധാനങ്ങൾ, US ഒരു രാജ്യമാണ്, യൂറോപ്യൻ രാജ്യങ്ങൾ, UN പോലെയുള്ള സംഘടനകളൊക്കെ ഇന്ത്യയിലെ സിറ്റുവേഷനിൽ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ സംഭവിക്കുക എന്താണെന്ന് പറഞ്ഞാൽ, ഒരാളുടെ റിലീജിയസ് ഐഡന്റിറ്റിയുടെ പേരിൽ അയാൾ ഡിസ്ക്രിമിനേറ്റ് ചെയ്യപ്പെടുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14, 15 ഒക്കെ നമുക്ക് ഈ വിഷയത്തിൽ തന്നെ ഒരുപാട് ചർച്ചയ്ക്ക് വിധേയമാക്കിയതാണല്ലോ. അങ്ങനെയുള്ള ഒരു സാഹചര്യം, അസുഖകരമായ ഒരു സാഹചര്യം, ഡിവിഷന്റെ സാഹചര്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ഈ രാജ്യത്ത് എന്തിനുണ്ടാക്കുന്നു എന്നുള്ളതാണ് ഇതിലെ മൗലികമായ ചോദ്യം. അഭിലാഷേ, കോൺഗ്രസ്സുകാരോടൊന്ന് പറഞ്ഞു കൊടുക്കണം, നൗഷാദ് അലിയോട്. ഇത് ഇന്റർനെറ്റ് യുഗമാണ്, വിരൽ തുമ്പിലാണ് വിവരങ്ങൾ. അതുകൊണ്ട് ഈ ഭക്ഷണം കഴിക്കാനും നുണ പറയാനും മാത്രം വായ തുറക്കുന്ന ഈ സ്വഭാവം കോൺഗ്രസ്സുകാർ അവസാനിപ്പിക്കണമെന്നൊന്ന് അഭിലാഷ് പറഞ്ഞു കൊടുക്കണം. ഞാൻ പറഞ്ഞാൽ അവർ കേൾക്കൂല. എന്താ നൗഷാദ് അലി പറഞ്ഞത്? NRC. അഭിലാഷ്, NRC എന്ന വാക്ക് ഇന്ത്യയിൽ ആദ്യമായി ഉപയോഗിച്ചത് എതിലറിയോ? രാജീവ് ഗാന്ധിയും ആസാം ഗണപരിഷത്തും കൂടി ഒപ്പിട്ട ആസാം അക്കോർഡിൽ 1984 പ്രഫുല്ല ചന്ദ്ര മഹന്തയും ബ്രിജു കുമാർ പുക്കനും AGPക്ക് വേണ്ടിയും രാജീവ് ഗാന്ധി ഇന്ത്യ ഗവൺമെൻറ്റിനും വേണ്ടി ഒപ്പിട്ട ആസാം അക്കോർഡിലാണ് NRC വിൽ ബി ഇംപ്ലിമെൻറ്റഡ് ഇൻ ആസാം. അത് പിന്നീട് വാഗ്ദാനം ലംഘിച്ചു.
ആരൊക്കെ ലംഘിച്ചു? കോൺഗ്രസ് ലംഘിച്ചു. അധികാരത്തിൽ 2 തവണ മുഖ്യമന്ത്രിയായ പ്രഫുല്ലചന്ദ്ര മഹന്ത ലംഘിച്ചു. ബിജുകുമാർ പുക്കൻ ആഭ്യന്തരമന്ത്രിയായിരുന്നു, അവർ ലംഘിച്ചു. അവസാനം ആ പാർട്ടികൾ പിളർന്നു. അവിടുന്ന് ആളുകൾ ഞങ്ങളെ കൂടെ വന്നു. ഞങ്ങൾ ഇന്ന് അധികാരത്തിലാണ്. അങ്ങനെ പിണങ്ങിപ്പോയ സർബാനന്ദ് സോനോവാൾ ഉൾപ്പെടെയുള്ള BJPയുടെ മുഖ്യമന്ത്രിയായിരുന്ന സർബാനന്ദ് സോനോവാൾ ഉൾപ്പെടെയുള്ളവർ ആസാം അക്കോർഡ് പ്രകാരമുള്ള വാഗ്ദാനം, ഉറപ്പ്, ആസാമിന്റെ പ്രശ്നം പരിഹരിക്കാൻ നടപ്പിലാക്കാത്തതിനെതിരെ സുപ്രീം കോടതിയിൽ പോയി അതെ പറഞ്ഞു തരാം. സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റാണ്, ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന്റെ ജഡ്ജ്മെന്റാണ് NRC നടപ്പിലാക്കണം. It was the promise given by the government of India to the people of Assam as per Assam Accord signed between Rajiv Gandhi and the student leaders. കലാശാലയിൽ നിന്നും കോളേജിൽ നിന്നും മുഖ്യമന്ത്രിയായ ആളാണ് പ്രഫുല്ലകുമാർ മഹന്ത. നേരെ സമരം ചെയ്യാൻ പോയി. പിന്നെ നേരെ 32ാമത്തെ വയസ്സിൽ മുഖ്യമന്ത്രിയായി. 30ാം വയസ്സിൽ ബിജുകുമാർ പുക്കൻ ആഭ്യന്തരമന്ത്രിയുമായി. അത് നടപ്പിലാക്കണമെന്ന് സുപ്രീം കോടതി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ NRC നടപ്പിലാക്കുന്നത്. 1. 2. NPR 2011 ചിദംബരം കൊണ്ടുവന്നത്. ആദ്യത്തെ NPR കാർഡ് കൊടുത്തത് പ്രതിഭ പാട്ടീലിന്. നിങ്ങൾ കൊണ്ടുവന്നു. 2001 വരെ സെൻസസ് ഉണ്ടായിരുന്നത് ഇനി സെൻസസ് വേണ്ട, നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ മതി എന്ന് ആഭ്യന്തരമന്ത്രിയായ ചിദംബരം കൊണ്ടുവന്നത്. ഇനി കോൺസെൻട്രേഷൻ ക്യാമ്പ് എന്ന് നിങ്ങൾ വിളിക്കുന്ന ഡിറ്റൻഷൻ ക്യാമ്പ് ആദ്യമായി ഇന്ത്യയിൽ കൊണ്ടുവന്നത് UPA സർക്കാർ. മുല്ലപ്പള്ളി രാമചന്ദ്രനോട് പോയി ചോദിക്ക്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ ലോകസഭയിൽ കൊടുത്ത ഉത്തരം വായിച്ചു തരാം. ആസാമിൽ ആരംഭിച്ച ഡിറ്റൻഷൻ സെന്ററിനെ പറ്റി. കേരളത്തിൽ ഇതാ കൊട്ടിയത്ത്, കൊല്ലത്ത് പിണറായി വിജയൻ ഗവൺമെന്റ് കേന്ദ്രത്തോട് 2 കൈയും നീട്ടി പൈസ വാങ്ങി ആരംഭിച്ച ഡിറ്റൻഷൻ സെന്റർ. ഉടുപ്പിയിൽ സിദ്ധരാമയ്യ 2017 ആരംഭിച്ച ഡിറ്റൻഷൻ സെന്റർ. പൗരത്വവുമായും പൗരത്വ നിയമവുമായും ബന്ധപ്പെടുന്നത് വലിയ തോതിൽ മിസ്ഇൻഫർമേഷനോ ഡിസ്ഇൻഫർമേഷനോ ഒക്കെയാണ്. കേരളത്തിൽ ഇപ്പോൾ കൊട്ടിയത്ത് വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ട്രാൻസിറ്റ് സെന്റർ എങ്ങനെയാണ് ഉണ്ടായത്? എന്താണ് അതിന്റെ പർപ്പസ്? ഇപ്പൊ നമ്മുടെ സംസ്ഥാനത്ത് മതിയായ യാത്രാരേഖകൾ ഇല്ലാതെ വരുന്ന വിദേശികളെ എന്ത് ചെയ്യണം? നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്ത് മതിയായ യാത്രാരേഖകൾ ഇല്ലാതെ വരുന്ന ആളുകളെ ഡീപ്പോർട്ട് ചെയ്യുന്നത് വരെ താമസിപ്പിക്കാനുള്ള ഹോം. അവിടെ ഇപ്പൊ താമസിക്കുന്നത് 3 നൈജീരിയക്കാരും 1 ബുർക്കിന ഫാസോക്കാരനും. ഒരു നൈജീരിയൻ സ്വദേശി തന്നെ കോടതിയിൽ പോയി അതിന്റെ അടിസ്ഥാനത്തിൽ വന്ന ഒരു ട്രാൻസിറ്റ് സെന്റർ ആണ്. ഇതൊക്കെ കോൺസെൻട്രേഷൻ ക്യാമ്പാണ്, അല്ലെങ്കിൽ ഇവിടെയൊക്കെ പൗരന്മാരെ കൊണ്ടിടാൻ പോവാണ്. തെറ്റിദ്ധാരണ പരത്താനാണ്. അഭിലാഷ് വെള്ളവലിക്കണ്ട. കള്ളം പറയരുത് ആളുകളോട്, അത്രേ ഉള്ളൂ. ഡിറ്റൻഷൻ സെന്ററും ഞാൻ പറയട്ടെ പറയൂ. അത് പറയാൻ സമ്മതിക്കാത്ത കോൺഗ്രസ്സുകാരൻ പ്രസംഗിച്ചപ്പോ മിണ്ടാതിരുന്നല്ലോ. അല്ല പറയൂ. പറയുമ്പോ വസ്തുത പറയണോ? അത്രേ ഉള്ളൂ. ഞാൻ പറയട്ടെ. മംഗലാപുരത്തെ ഡിറ്റൻഷൻ ഞാൻ പറയട്ടെ. മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്ന ആഭ്യന്തര സഹമന്ത്രി ലോകസഭയിൽ ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞു, വി ഹാവ് സ്റ്റാർട്ടഡ് a detention center in India's different states including Assam. Those who have come to this country as illegal immigrants without valid documents will be taken into the camp. ആസാമിലുണ്ട്, മംഗലാപുരത്തുണ്ട്. കാണണോ? കാണിച്ചര. ഇതൊക്കെ ഒരേ നിയമ. ഇത് UPA സർക്കാരിൻ്റെ കാലത്ത് തുടങ്ങിയതാ ഈ ഡിറ്റൻഷൻ സെന്റർ. ഞങ്ങളല്ല തുടങ്ങിയത്, ഞങ്ങളിത് കണ്ടിന്യൂ ചെയ്തു. ഇന്ത്യയിൽ ഏതെങ്കിലും രാജ്യത്ത് നിന്ന്, ബംഗ്ലാദേശും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ബർമയും മാത്രമല്ല, ഏതെങ്കിലും രാജ്യത്തിൽ നിന്ന്, യൂറോപ്പ് ആവാം, അമേരിക്കയാവാം, കൃത്യമായ രേഖയില്ലാതെ അനധികൃതമായി പ്രവേശിക്കുന്നവരെ പിടിച്ചുകൊണ്ട് താമസിപ്പിച്ച് ഘട്ടം ഘട്ടമായി ഡീപ്പോർട്ട് ചെയ്യാനുള്ളതാണ് ഡിറ്റൻഷൻ സെന്റർ. അത് മുസ്ലിങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല, ബംഗ്ലാദേശികൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല. സ്വാഭാവികമായും കേരളത്തിൽ അധികവും ഈ ആഫ്രിക്കയിൽ നിന്ന് വരുന്നവരും യൂറോപ്പിൽ നിന്ന് വരുന്നവരും ടൂറിസ്റ്റായി വന്നിട്ട് പിന്നെ ഇവിടെ മിങ്കിളാവുന്നവരാ. ആസാമിലും ബംഗാളിലൊക്കെ ബംഗ്ലാദേശികളായിരിക്കും. മറ്റു പല സംസ്ഥാനങ്ങളിൽ അഫ്ഗാനികളും പാകിസ്ഥാനികളുമായിരിക്കും. ബോംബെ പോലുള്ള സ്ഥലങ്ങളിൽ ഗൾഫിൽ നിന്ന് വരുന്നവർ, ആഫ്രിക്കയിൽ നിന്ന് വരുന്നവർ, യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ വരുന്നവരായിരിക്കും. ഓരോ സ്ഥലത്തും ഓരോ വിഭാഗം ആളുകളാണ്. തമിഴ്നാട്ടിൽ ശ്രീലങ്കക്കാരായിരിക്കും. അത് ഓരോ സ്ഥലത്തും ഓരോ ആൾക്കാരായിരിക്കും. ഇത് UPA സർക്കാർ ആരംഭിച്ചതാ. മുല്ലപ്പള്ളി രാമചന്ദ്രൻ അഡ്മിറ്റ് ചെയ്തതാ ലോക്സഭയിൽ. അറിയില്ലെങ്കിൽ നൗഷാദ് അലി വിളിച്ച് ചോദിക്കുക അയാളോട്. അയാളിപ്പോഴുണ്ടല്ലോ.
അതുകൊണ്ട് ഈ വായ തുറക്കുന്നത് ഭക്ഷണം കഴിക്കാനും നുണ പറയാനും മാത്രം ആവരുത് കോൺഗ്രസ്സുകാർ. ഇത് ഇന്റർനെറ്റ് യുഗ കേട്ടോ, ഇന്റർനെറ്റ് യുഗ. എന്തേലും വിളിച്ചു പറഞ്ഞാൽ ആൾക്കാർ പുച്ഛിക്കും. നോക്കിയാൽ ഇവിടെ ശ്രീ പത്മനാഭൻ, താങ്കൾ പറഞ്ഞ കാര്യത്തെ കുറിച്ച് എന്റെ ചോദ്യം, ശരി, അസം അക്കോഡ് താങ്കൾ പറഞ്ഞു. ഇപ്പോൾ എന്തിനാണ് ആസാമിൽ പ്രശ്നം? അസം അക്കോഡ് 1985 അസം അക്കോഡ് അനുസരിച്ച് 1971 വരെ അസമിലേക്ക് പ്രവേശിച്ച ആളുകളെയാണ് അവിടെ സ്വീകരിക്കുക. ഈ CAA നിയമം അനുസരിച്ചോ 2014 വരെ ഇന്ത്യയിലേക്ക് വന്ന മുസ്ലിമേതരരായ ആളുകൾക്ക് പൗരത്വം കൊടുക്കുമെന്ന് വരുമ്പോൾ അവിടെ 9 ലക്ഷത്തിലധികം മുസ്ലിമേതരരായ അനധികൃത കുടിയേറ്റക്കാർ പൗരന്മാരായി മാറും. മുസ്ലിമുകളായ ആളുകൾ സ്റ്റിൽ അവരുടെ സ്റ്റാറ്റസ് ഇപ്പോഴെങ്ങനെയാണോ അതുപോലെ തന്നെ തുടരുകയും ചെയ്യും. അവിടുത്തെ അസമി ജനവിഭാഗത്തിന്റെ പ്രശ്നം ഈ ഹിന്ദുക്കളായ ബംഗാളികളെ ഇവിടെ പറ്റില്ല, ഇത് അസമിയ മനുഷ്യരുടെ സ്ഥലമാണ്, ഇവരിങ്ങോട്ട് വരണ്ട എന്നുള്ളതാണ്. പൗരത്വം നമ്മുടെ ഇവിടുത്തെ പ്രശ്നമല്ല, പൗരത്വം കൊടുക്കുന്നതിനെതിരെയാണ്. 1971 എന്ന് രാജീവ് ഗാന്ധി പറഞ്ഞിടത്ത് നിന്ന് നിങ്ങൾ 2014 9 ലക്ഷം പേരെ കൂടി ഇവിടെ വീണ്ടും കുടിയിരുത്തുന്നത് എന്തേ എന്നുള്ളതാണ് താങ്കൾ ഈ പറഞ്ഞ അസമിയ വംശജരുടെ അടിസ്ഥാനപരമായ പ്രശ്നം. ഇത് രണ്ടാണ്. ഞാൻ അല്ലാതെ ഞാൻ പറഞ്ഞോ, രണ്ടും രണ്ട് തന്നെയാ. അല്ല, ഈ അസം അക്കോർഡിന്റെ തുടർച്ചയായിട്ടാണ് ഞങ്ങൾ ഇത് നിർമ്മിച്ചതെന്ന് പറഞ്ഞതുകൊണ്ട് പറയാം. ഞാൻ അല്ല ദിസ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ആസാം അക്കോർഡ്. ഞാൻ പറഞ്ഞത് NRC കൊണ്ടുവന്നത് അന്നാണ്. അതും ഇതും കൂടി കൂട്ടിക്കെട്ടണ്ട കോൺഗ്രസ്സുകാർ. നിങ്ങളുടെ നേതാവ് രാജീവ് ഗാന്ധി ഒപ്പിട്ട് കൊടുത്തതാ കേട്ടോ, വെറുതെ ഇവിടെ ഒന്ന് നുണ പറയരുത്. ഇനി അഭിലാഷ് പറഞ്ഞ ചോദ്യം, രണ്ടും രണ്ടാ അഭിലാഷേ? ഞാൻ പറഞ്ഞു രണ്ടും ഒന്നാന്ന് എപ്പോഴെങ്കിലും പറഞ്ഞു. ഞാൻ പറയൂല, എനിക്ക് സ്വബോധം ഉള്ളിടത്തോളം കാര്യം ഞാൻ പറയൂല. അല്ല അമനുഷ്യം വായിച്ചിട്ട് ഞാൻ ബോധമില്ലാണ്ടായാൽ ഓക്കെ, ആ പൊട്ടത്തരം ഞാൻ പറഞ്ഞു എന്ന് വരും, അല്ലാണ്ട് ഞാൻ പറയൂല. ഇത് രണ്ടും രണ്ടാണ്. എന്തിനാണ് CAA എന്നുള്ളത് അത് കൃത്യമായി കേന്ദ്ര സർക്കാർ അതിൻ്റെ പ്രിയാമ്പിളിൽ പറഞ്ഞിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സബ്ജുഡീസ് ആയ ഒരു മാറ്ററാണ്, കോടതിയിൽ കഴിഞ്ഞ 4.25 കൊല്ലമായി കിടക്കുന്നതാണ്. ഞങ്ങൾ ചില കാരണങ്ങൾ കൊണ്ടാണ് CAA കൊണ്ടുവന്നത്. അത് ഭരണഘടനാ വിരുദ്ധമാണ്, മനുഷ്യത്വ വിരുദ്ധമാണ്, അത് മൃഗീയതയാണ്, BJPയിലെ ഫാസിസാന്നൊക്കെ ഉണ്ടെങ്കിൽ 70 ലക്ഷം ഉറുപ്പ്യ വാങ്ങിയിട്ട് ഒരുത്താൻ കോടതിയിൽ പോയി വാദിച്ചില്ലേ? എന്തായി? സ്റ്റേ കിട്ടിയില്ലേ? 70 ലക്ഷം വാങ്ങി ഒരു സ്റ്റേ വാങ്ങിക്കൊടുക്കാൻ പറ്റിയില്ലേ മഹാന്മാരായ വക്കീലുമാർക്ക്? ഇനി പറ്റിയിട്ടില്ലെങ്കിൽ ചെല്ല്, ഇനി സമയമുണ്ട്. നാളെ പോയി പെറ്റീഷൻ കൊടുക്ക്, എന്നിട്ട് സ്റ്റേ കിട്ടുമോ നോക്ക്. അതാണ് BJPയുടെ നിലപാട്. കൊടുക്കാത്ത കോടതിയൊന്നും അല്ലല്ലോ സുപ്രീം കോടതി. കർഷക നിയമത്തിന് സുപ്രീം കോടതി സ്റ്റേ കൊടുത്തിക്കല്ലോ. നിങ്ങൾ 370 കൊടുത്തിട്ടില്ല, കർഷക നിയമത്തിന് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇലക്ട്രൽ ബോണ്ടിന് സർക്കാരിനെതിരായി വിധിച്ചിട്ടുണ്ട്. സുപ്രീം കോടതി നിഷ്പക്ഷമാണല്ലോ, ചെന്ന് കിട്ടുമോ നോക്ക്, ട്രൈ ചെയ്ത് നോക്ക്. ശരി, ഓക്കെ. ഇവിടെ നോക്കൂ ശുശ്രീഭൂമി, 2019 ഡിസംബർ മുതൽ 2020 മാർച്ചിന് തുടക്കം വരെ രാജ്യം വലിയ തോതിലുള്ള അഭൂതപൂർവമായ സമരങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. അത് ഉത്തരേന്ത്യയിൽ പലയിടത്തും സമരങ്ങൾ, പിന്നെ അതിനെ അടിച്ചമർത്തൽ, അതേ തുടർന്നുണ്ടാവുന്ന കാലുഷ്യങ്ങൾ എന്നുള്ള നിലയിലേക്കും നീങ്ങി. ഒരു ഡിവിഷൻ എന്ന് പറയാവുന്ന വിധത്തിൽ രാജ്യം കലുഷിതമായി. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് സമാനമായ ഒരു സാഹചര്യം ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ട്രാപ്പിൽ പോയി, ആ കുരുക്കിൽ പോയി തലവെച്ചു കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഒരു മിനിറ്റ് അഭിലാഷ്, ഞാനതിന് മറുപടി പറയുന്നതിന് മുൻപ് ആവർത്തിച്ച് പച്ചക്കള്ളം പ്രചരിപ്പിക്കുകയാണ് CPMന്റെ പ്രതിനിധി. ലീഗ് എന്തോ മൗനം പാലിച്ചു എന്നാണ്. നമ്മൾ ഇവരിപ്പോൾ ഈ ആവർത്തിച്ച് കേസ് കൊടുത്തു എന്ന് പറയുന്നുണ്ട്. ഞങ്ങൾ കേരള സർക്കാർ കേസ് കൊടുത്തു, DYFI കേസ് കൊടുത്തു. കേട്ടോളൂ, CAA ബില്ല് ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിച്ചപ്പോൾ മുസ്ലിം ലീഗ് അതിനെ അതിശക്തമായി എതിർത്തിട്ടുണ്ട്. ഇപ്പോൾ വാട്സപ്പാണല്ലോ നിങ്ങളുടെയും സർവകലാശാല കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഇടതുപക്ഷക്കാരുടെയും വാട്സപ്പിൽ പ്രചരിക്കുന്ന വീഡിയോ ഉണ്ട്. രാജ്യത്തിന്റെ ആഭ്യന്തര മന്ത്രിയോട് അന്ന് മുസ്ലിം ലീഗിന്റെ പാർലമെന്ററി പാർട്ടി ലീഡറായിരുന്ന PK കുഞ്ഞാലിക്കുട്ടി നേർക്ക് നേരെ തർക്കിക്കുന്ന ദൃശ്യങ്ങളുണ്ട്. ലീഗിന്റെ സമരം അവിടെ അവസാനിച്ചില്ല. PK കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിൽ അന്ന് ഇന്ത്യൻ പാർലമെന്റിൽ ഞങ്ങൾക്കുണ്ടായിരുന്ന 4 അംഗങ്ങൾ പിന്നീടുള്ള കോടതിയുടെ പ്രവൃത്തി ദിവസം സുപ്രീം കോടതിയുടെ രജിസ്ട്രാർക്ക് മുൻപിൽ നേരിട്ട് ഹാജരായി അവിടെ വെച്ച് ഒപ്പിട്ട് കൊടുത്ത കേസുണ്ട്. അതിനോടനുബന്ധിച്ചാണ് ബാക്കി കേസുകൾ മുഴുവൻ വന്നത്. കോവിഡ് കഴിഞ്ഞപ്പോൾ കോടതി ആ കേസുകൾ പരിഗണിച്ചു. 258ഓളം ഹർജികൾ രാജ്യത്തിന്റെ പരമോന്നത നീതിന്യായ പീഠത്തിന് മുൻപ് ഉണ്ടായിരുന്നു. ബാക്കി മുഴുവൻ കക്ഷികളോടും ഇന്ത്യയുടെ സുപ്രീം കോടതി കേരള സർക്കാരിനോട് അടക്കം പറഞ്ഞത്, നിങ്ങൾക്ക് പറയാനുള്ളത് 3 പേജിൽ കവിയാതെ എഴുതി തയ്യാറാക്കി ആ കക്ഷിയെ ഏൽപ്പിക്ക്. ആ കക്ഷിയുടെ കേസാണ് ലീഡ് കേസ്, അവരെയാണ് ഈ കോടതി ഈ കേസിൽ കേൾക്കുക. ആ കക്ഷി മുസ്ലിം ലീഗ് ആയിരുന്നു. ആ കേസിന് സുപ്രീം കോടതി കൊടുത്തിട്ടുള്ള പേര് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്നാണ്. പിന്നീട് ഇങ്ങോട്ട്
കോവിഡിന്റെ കാലഘട്ടത്തിൽ ഈ രാജ്യത്ത് നടന്നിട്ടുള്ള എല്ലാ പോരാട്ടങ്ങളുടെയും ഭാഗമായി ഞങ്ങളുടെ കൈമുട്ടുകൾ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ നിങ്ങൾ വലിയ ആവേശത്തിൽ പറയുന്നുണ്ടല്ലോ കേരള നിയമസഭ പ്രമേയം പാസാക്കി. ഞങ്ങൾ ആ പ്രമേയത്തെ പിന്തുണച്ചിട്ടുണ്ട്. ഇടതുപക്ഷത്തോടൊപ്പം ഈ കേരളത്തിൽ ഞങ്ങൾ സമരം ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ആ വിഷയത്തെ കാണുന്നത് ഒരു തെരഞ്ഞെടുപ്പ് വിഷയം എന്ന നിലക്കല്ല, കോൺഗ്രസിനെതിരായ ക്യാമ്പയിൻ മെറ്റീരിയൽ എന്ന നിലക്കല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ഒരു സമുദായത്തിന്റെ രക്ഷാവേഷം കിട്ടാനുള്ള അവസരം എന്നത് ഒരല്പം സത്യസന്ധതയും മാന്യതയും ഈ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കി സ്വീകരിക്കണമെന്ന് ദയവ് ചെയ്ത് ഉണ്ടാകണമെന്ന് ഞാൻ അവരോട് അഭ്യർത്ഥിക്കുകയാണ്. രണ്ടാമത്തേത്, ഇത് തെറ്റിദ്ധാരണയാണ്. ഈ കെണിയിലേക്ക് മുസ്ലിം സമുദായം മാത്രം വന്ന് വീഴുമെന്ന് പ്രതീക്ഷിച്ച് കെണിയൊരുക്കി ആരും കാത്തിരിക്കേണ്ട അഭിലാഷ്. പൗരത്വ സമരത്തിന്റെ ഭാഗമായി അഭിലാഷ് തന്നെ ചോദ്യത്തിൽ സൂചിപ്പിച്ചല്ലോ, രാജ്യത്ത് വലിയ അനിഷ്ട സംഭവങ്ങളുണ്ടായി, പോലീസ് അതിക്രമം ഉണ്ടായി. പൗരത്വ സമരത്തിൽ ഇന്ത്യയിൽ ആദ്യത്തെ രക്തസാക്ഷിയുടെ പേരെന്താണ് അഭിലാഷ്? സാം സ്റ്റഫോർഡ് എന്നാണ്. ആസാമിയാണ്. ബിഷപ്പ് സ്റ്റഫോർഡിന്റെ മകനാണ്, ഒരു ക്രൈസ്തവ സഹോദരനാണ്, 19 വയസ്സുള്ള ഒരു മ്യൂസീഷ്യൻ. ഇനി നിങ്ങൾ പറയേ ഇത് മുസ്ലിം വിഷയമാണോ? അല്ല. ആസാമിലും ബംഗാളിലും ഇന്നലെ ഉണ്ടായ സമരങ്ങൾ എന്താ കാണിക്കുന്നത്? അവിടെ മുസ്ലിങ്ങളല്ല സമരം ചെയ്യുന്നത്. ഇറ്റ്സ് നോട്ട് എ മുസ്ലിം ഇഷ്യൂ. ഇത് ബേസിക്കലായ വിഷയം രാജ്യത്തിന്റെ വിഷയമേ വേറെയാണ്. ആസാമിലെ ഈ പറഞ്ഞ സമരം ചെയ്യുന്ന ആളുകളുടെ പ്രശ്നം എന്താ? മുസ്ലിങ്ങളും ഹിന്ദുക്കളുമായ ബംഗാളി കുടിയേറ്റക്കാരെ പൗരത്വം നൽകി ഇങ്ങോട്ട് സ്വീകരിക്കാൻ പറ്റില്ല, അവരൊക്കെ പുറത്താക്കണം, അവരെയൊക്കെ നാടുകടത്തണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. ഐ അഗ്രി. അതാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു മുസ്ലിം ഇഷ്യൂ അല്ല. ഇത് നടപ്പാക്കുമ്പോൾ രാജ്യത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ ഇതുണ്ടാക്കുന്ന വ്യത്യസ്തമായ പ്രത്യാഘാതങ്ങളുണ്ട്. അതിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാരിനെതിരെ സമരങ്ങൾ ഉയർന്നു വരും എന്നാണ് ഞാൻ പറഞ്ഞത്. ആസാമിലെ വിഷയത്തിന്റെ മർമ്മം എനിക്ക് നല്ല ബോധ്യമുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് തന്നെ പറഞ്ഞത്. കോടതി സ്റ്റേ തന്നില്ലല്ലോ, ഇനിയും കോടതി പോയിക്കോ. ഒരു പരിഹാസ രൂപേണ പറയാണ്. കോടതി എന്ന് സ്റ്റേ നൽകാതിരുന്നത് ഇവിടെ അരുൺകുമാർ സൂചിപ്പിച്ചു. നിയമം തൽക്കാലം നടപ്പിലാക്കാൻ ഞങ്ങൾക്ക് ഇന്റൻഷൻ ഇല്ല, ഞങ്ങൾ റൂൾ ഉണ്ടാക്കിയിട്ടില്ല എന്ന് കേന്ദ്ര സർക്കാർ കോടതിയിൽ പറഞ്ഞപ്പോൾ സ്റ്റേ ഉണ്ടായില്ല. ഇപ്പം നിങ്ങൾ റൂള് പുറത്തു കൊണ്ടുവന്നു. ഞങ്ങൾ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അതിന് ആരുടെ അനുവാദവും അച്ചാരവും ആവശ്യമില്ല. ഞങ്ങളുടെ അവകാശമാണ്. ഞങ്ങളത് കോടതിയുടെ മുൻപാകെ ഉയർത്തിപ്പിടിച്ച് രാജ്യത്തിന്റെ പരമോന്നത നീതിന്യായ പീഠത്തിന് മുൻപിൽ, ഇന്ത്യയുടെ ജുഡീഷ്യറിക്ക് മുൻപിൽ നിൽക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായ ആത്മവിശ്വാസമുണ്ട്. കോടതി ഇത് ബോധ്യപ്പെടുത്താൻ കഴിയും. കോടതി അനുകൂലമായ ഒരു സമീപനം സ്വീകരിക്കുക തന്നെ ചെയ്യും. കാരണം നേരത്തെ തന്നെ ഞാൻ സൂചിപ്പിച്ചത്, ഞാൻ ആദ്യം പറഞ്ഞിടത്തേക്ക് തന്നെ വരുന്നു. ഈ അഭയാർത്ഥികളെ സ്വീകരിക്കാൻ രാജ്യത്ത് നേരത്തെ ഒരു സിസ്റ്റം നമുക്കുണ്ട്. അതിനെ ഈ രൂപത്തിൽ മതപരമായി അട്ടിമറിക്കുന്നത് ആ അഭയാർത്ഥികളോടുള്ള സ്നേഹമല്ല. ഡൽഹിയിൽ മഹിളാക്കിയിട്ടില്ല എന്ന് പറയുന്ന പാകിസ്ഥാനിൽ നിന്നുള്ള ഹിന്ദു അഭയാർത്ഥികൾ താമസിക്കുന്ന ഒരു കോളനി ഉണ്ട്. ഒന്ന് പോയിട്ട് നോക്കണം. അവിടെ വെള്ളമില്ല, വെളിച്ചമില്ല, തകരപ്പാട്ടകൾക്ക് താഴെ കൊടും ചൂടത്തും പെരും തണുപ്പത്തും ആ മനുഷ്യർ കഴിയാണ്. അവർക്ക് വെള്ളവും വെളിച്ചവും കൊടുക്കേണ്ട പണി പോലും ഇക്കാലം അത്രയും എടുക്കാത്ത ഇവര് തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ട് കളിക്കുകയാണ്. മുഖം നഷ്ടപ്പെട്ട് നിൽക്കുകയാണ്. ഈ രാജ്യത്ത് കിട്ടാവുന്ന പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കന്മാരെ മുഴുവൻ, ഇൻക്ലൂഡിങ് PC ജോർജ്, ഇവർ വലിച്ച് തലയിൽ വെക്കുന്നത് പരാജയ ഭീതി മുന്നിൽ കണ്ടിട്ട് തന്നെയാണ്. ബാക്കിയൊക്കെ വളരെ പെരുമ്പറലായി വായിലെ നാക്കം കൊണ്ട് പറയുന്ന ആത്മവിശ്വാസമാണ്. BJP പരാജയം മുന്നിൽ കാണുന്നു. അതാണ് എൻ്റെ യഥാർത്ഥ വസ്തുത എന്ന് പറയുന്നത്. ശരി, ഓക്കെ. ഇവിടെ അരുൺകുമാർ, നമ്മൾ 2019 ഡിസംബർ 9 വാർത്തകൾ ശ്രദ്ധിച്ചാൽ അവിടെ താങ്കൾ പറഞ്ഞതുപോലെ കോൺഗ്രസ് എവിടെയും വിട്ടുനിന്നതായി പറയുന്നില്ല. ലോക്സഭാ വോട്ടിങ്ങിൽ 311 വോട്ടുകൾ അനുകൂലമായിട്ടും 80 വോട്ടുകൾ എതിരായിട്ടും ഒരു വോട്ട് പോലും വിട്ടു നിൽക്കാതെയുമാണ് എന്നുള്ളതാണ് നമുക്കിതാ അന്നത്തെ ലോക്സഭയുമായി ബന്ധപ്പെട്ട അന്നത്തെ വാർത്തകൾ, റിപ്പോർട്ട് ചെയ്ത വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അന്നത്തെ സഭയിൽ മനീഷ് തിവാരിയും ഗൗരവ് ഗൊഗോയുമാണ് കോൺഗ്രസിന് വേണ്ടി സംസാരിച്ചത്. ഈ ബില്ല് അവതരണ വേളയിൽ അവർ രണ്ടുപേരും ഈ നിയമം അന്നത്തെ CAB അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ്, ആന്റി കോൺസ്റ്റിറ്റ്യൂഷണൽ ആണ് എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. ഇത് കേവല രാഷ്ട്രീയത്തിൽ കേരളത്തിൽ ഞങ്ങളാണോ കോൺഗ്രസ് ആണോ ബെറ്റർ എന്നുള്ളതിനപ്പുറത്ത് വലിയ രാജ്യത്തെ ബാധിക്കുന്ന ഒരു വിഷയമായി കാണാൻ നിങ്ങൾ രണ്ടു കൂട്ടർക്കും ബാധ്യതയില്ലേ? ഞങ്ങൾ ഈ വിഷയത്തെ ഏറ്റവും ഗൗരവമായി തന്നെയാണ് ഏറ്റവും ആദ്യം മുതൽ സമീപിച്ചത്. കാരണം ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14 പൂർണ്ണമായിട്ടും എതിരാണ് ഈ നിയമനിർമ്മാണം എന്ന് ഏറ്റവും ആദ്യം പ്രസ്താവിക്കുകയും നിയമ പോരാട്ടം നടത്തുകയും ചെയ്തത് ഞങ്ങളാണ്. ഇപ്പോൾ ആർട്ടിക്കിൾ 14 അറിയാം, അത് ഇക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ ഓൾ പേഴ്സൺസ് എന്നാണ്. അതായത് ഇന്ത്യൻ ടെറിട്ടറിക്ക് ചുറ്റുപാടുമുള്ള മുഴുവൻ ആളുകൾക്കും, സിറ്റിസൺ അല്ല, മറ്റെല്ലാ മൗലിക അവകാശങ്ങളും സിറ്റിസണുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇന്ത്യൻ പൗരനായിരിക്കണം. പക്ഷേ ഇക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള അതിർത്തിക്കുള്ളിലുള്ള മുഴുവൻ ആളുകൾക്കും. അതുകൊണ്ട് ഒരു മതത്തിന്റെ പേരിൽ ഒരു മതത്തിൽപ്പെട്ടവരെ മാത്രം മാറ്റി നിർത്തുക എന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾ 14 പൂർണ്ണമായിട്ട് എതിരാണ്. അതുകൊണ്ട് സുപ്രീം കോടതിയിട്ടുള്ള നിയമ പോരാട്ടത്തിൽ ഞങ്ങൾക്ക് വിജയമുണ്ടാകും
ഈ നിയമം പൂർണ്ണമായും സുപ്രീം കോടതി റദ്ദാക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് അന്ന് സ്റ്റേ കിട്ടിയില്ലെങ്കിൽ അതിന്റെ സാഹചര്യം എല്ലാം ഇവിടെ സൂചിപ്പിച്ചു. സ്റ്റേ വാങ്ങിക്കാനും ഇത് നടപ്പാക്കാതിരിക്കാനും. ഇപ്പോൾ സ്റ്റേ തരാതെ വാദം കേട്ട് മാസങ്ങൾ നീണ്ടുപോയാൽ ഈ നിയമം അടിയന്തരമായി നടപ്പാക്കി പലർക്കും പൗരത്വം കൊടുക്കും, ചിലരുടെ നിഷേധിക്കും. അതെല്ലാം പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ ആയി മാറുന്ന ഒരു സാഹചര്യം വരും. അതുകൊണ്ട് ഒറ്റക്കെട്ടായി എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള പോരാട്ടം നടത്താൻ തന്നെയാണ് ഞങ്ങളുടെ ആലോചന. പക്ഷേ കോൺഗ്രസ് ഞങ്ങൾ യോജിച്ചുള്ള പോരാട്ടത്തിന് ഇല്ല എന്ന് ആദ്യം പ്രസ്താവിച്ചത് കോൺഗ്രസ് ആണ്. ഒറ്റക്കാര്യം ഞാൻ ചോദിച്ചോട്ടെ, രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റോ ആരെങ്കിലും ഈ 2-3 ദിവസമായി ഈ വിഷയത്തിൽ പ്രതികരിച്ച് കണ്ടില്ല. കേരളത്തിൽ നിന്നുള്ള നേതാക്കന്മാർ പ്രതികരിക്കുന്നുണ്ട്. പക്ഷേ ദേശീയ അടിസ്ഥാനത്തിൽ ഒരു സ്ട്രോങ് നിലപാടെടുത്തുകൊണ്ട് ഇത് നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് പ്രതിഷ്ഠ നിലപാടെടുക്കാൻ കോൺഗ്രസ് തയ്യാറാകുന്നില്ല. രണ്ടാമത്തെ കാര്യം, അങ്ങ് ഇവിടെ സൂചിപ്പിച്ചു, കൊല്ലത്തുള്ള ഒരു ട്രാൻസിസ്റ്റ് ഹോം അത് വിസ കാലാവധി കഴിഞ്ഞതും കേസിന്റെ കാലാവധി കഴിഞ്ഞിട്ട് തിരിച്ചു പോകാൻ തയ്യാറെടുക്കുന്ന വിദേശികളെ താമസിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. ഒരു തരത്തിലും ഈ നിയമത്തിന്റെ ഭാഗമായിട്ടുള്ള ഡിറ്റൻഷൻ സെന്റർ അല്ല. ഇന്നലെ NK പ്രേമചന്ദ്രനും കോൺഗ്രസിന്റെ നേതാവും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന കോൺഗ്രസിന്റെ പ്രതിനിധി അടക്കം പല ചാനലുകളിലും ഇരുന്ന് തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഈ നിയമത്തിന്റെ ഭാഗമായി സഖാവ് പിണറായി വിജയൻ ആരംഭിച്ചതാണെന്ന്. എനിക്ക് വ്യക്തിപരമായിട്ടുള്ള അനുഭവമുണ്ട്. ഫുട്ബോൾ കളിക്കാൻ വേണ്ടി നൈജീരിയയിൽ നിന്നും കേരളത്തിലെത്തി വിസ കാലാവധി കഴിഞ്ഞത് മനസ്സിലാക്കാതെ ഫുട്ബോൾ കളിച്ചു നടന്നവരെ ഇടുക്കിയിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു. വർഷങ്ങൾ അവർ ജയിലിൽ കിടക്കേണ്ടി വന്നു. അവരെ റിലീസ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തതാണ്. അപ്പോൾ ഏത് ജയിലിലാണ് കിടക്കുന്നത് പറഞ്ഞപ്പോൾ കട്ടപ്പന ജയിലിൽ സാധാ തടവുകാരെ പോലെ കിടക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ അന്ന് കോടതി പറഞ്ഞതാണ് ഇത്തരത്തിലുള്ള ആളുകൾക്ക് സ്പെഷ്യൽ പരിഗണന കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാകണമെന്ന്. അത്തരത്തിൽ നിരവധി കേസുകൾ കോടതി പരിഗണിച്ചിട്ടുണ്ട്. അപ്പൊ അത്തരത്തിൽ വിസ കാലാവധി കഴിഞ്ഞവരെയും കേസിന്റെ ഭാഗമായി തിരിച്ചു പോകാൻ ആഗ്രഹിച്ച് അതിനുവേണ്ടി കാത്തു നിൽക്കുന്നവരെയും പാർപ്പിക്കാനുള്ള ഒരു മന്ദിരത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഒരു കാര്യം കൂടെ, ഇവിടെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നുണ പ്രചരിപ്പിക്കുന്നു. 835 കേസുകളാണ് ഈ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തത്. സർക്കാർ പുറപ്പെടുവിച്ച പൊതു ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ പോലീസ് അവസാനിപ്പിച്ച കേസുകളുടെ എണ്ണം 260 ആണ്. കോടതി തീർപ്പാക്കിയ കേസുകളുടെ എണ്ണം 283 ആണ്. നിരാക്ഷേപ പത്രത്തിന്റെ അടിസ്ഥാനത്തിൽ പിൻവലിച്ച കേസ് 86 ആണ്. ഇന്ന് കേരളത്തിൽ ആകെ പെൻഡിംഗ് നിൽക്കുന്ന കേസ് 205. അതായത് 835-ൽ 205 കേസ് ഒഴികെ 630 കേസുകളും അവസാനിച്ചിരിക്കുന്നു. 630 കേസുകൾ എന്ന് പറഞ്ഞാൽ 75% കേസുകളും അവസാനിച്ചിരിക്കുന്നു. കോൺഗ്രസ് ഇപ്പോൾ നുണ പ്രചരിപ്പിക്കുന്നു ഈ കേസുകളൊന്നും പിൻവലിക്കാൻ ഗവൺമെന്റ് തയ്യാറായില്ല എന്ന്. ഇവിടെ ക്രിമിനൽ നടപടിക്രമത്തിലെ സെക്ഷൻ 321 പ്രകാരം നിരാക്ഷേപ പത്രം ഉണ്ടായാലും ഗവൺമെന്റ് പിൻവലിച്ചാലും അന്തിമ തീരുമാനമെടുക്കേണ്ടത് കോടതിയാണ്. 205 കേസുകൾ കോടതിയിൽ പെൻഡിംഗ് നിൽക്കുന്നു. ഇതിലൊന്നും ഗവൺമെന്റ് ഒരു തരത്തിലും കേസുകൾ പിൻവലിക്കുന്നതിന് എതിരെ നിന്നിട്ടില്ല. നുണ പ്രചരിപ്പിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് മുന്നോട്ട് പോകാമെന്നാണ് UDF ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ജനങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കും. ഞങ്ങളുടെ ഈ നിലപാട് കൃത്യമാണ്. നിയമ പോരാട്ടം തുടരും. അതുപോലെ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള പോരാട്ടം, രാഷ്ട്രീയവും സംഘടനാപരമായിട്ടുള്ള പോരാട്ടം തുടരും. ചർച്ച അവസാന ഘട്ടത്തിലാണ്. ഷിക്കപ്പിൻ ഔഷാദ് അലി, കഴിഞ്ഞ തവണ അതായത് CAA ആക്ടായ സമയത്ത് കേരളം വലിയ പ്രതിഷേധം കണ്ടു. അന്ന് പ്രക്ഷോഭം തുടങ്ങിയത് ഇവിടെ തിരുവനന്തപുരത്ത് രക്തസാക്ഷി മണ്ഡപത്തിൽ അന്നത്തെ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും എല്ലാവരും കൂടി വിവിധ സംഘടനകളും എല്ലാവരും ഒരുമിച്ചിരുന്നത് കേരളത്തിന്റെ പൊതു എന്നുള്ള നിലയിലാണ്. അങ്ങനെ കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് ഒരു പ്രമേയം വരുന്നു, ഒരുമിച്ചൊരു നീക്കമുണ്ടാകുന്നു. അതൊക്കെ ഒരു ലോക്സഭാ ഇലക്ഷൻ ഘട്ടമായപ്പോഴേക്കും മാറി നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നതാണ് ഇപ്പോൾ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കേവല രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടുള്ള തല്ലുകൂടലാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യമാവില്ലേ? ഇവിടെ അഭിലാഷ് ചോദിച്ച ചോദ്യത്തിൽ കഴമ്പുണ്ട്. ഞാനതിനൊന്നും പൂർണ്ണമായിട്ട് തള്ളിക്കളയുന്നില്ല. ഈ വിഷയത്തിനെതിരെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഒരു ആശയപരമായ ഒരു ഐക്യതലം തന്നെയാണ് ഉണ്ടാകേണ്ടത്. പക്ഷേ കേരളത്തിൽ പരസ്പരം മത്സരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതാവുകയും ചെയ്യാം ഇതിൻ്റെയൊക്കെ ഇടയിൽ തന്നെ. പക്ഷേ ഇവിടെ നേരത്തെ അരുൺകുമാറൊക്കെ ഇന്ന് ആൻ്റണി NIA ഭേദഗതി ബില്ലിനെ കുറിച്ച് വന്ന ഒരു ചോദ്യത്തിന് പറഞ്ഞ ഉത്തരത്തെയൊക്കെ ഈ CAയുമായിട്ടൊക്കെ ബന്ധിപ്പിക്കുമ്പോൾ അതൊക്കെ അല്ലേ അല്പത്വം എന്ന് ഞാൻ ചിന്തിച്ചു പോവുകയാണ്. അങ്ങനെയുള്ള നുണകളൊക്കെ നിമിഷനേരം കൊണ്ട് പൊളിഞ്ഞടങ്ങുന്ന നുണകളൊന്നും പറയരുത്. പിന്നെ വേറൊരു കാര്യം, കുറെ കേസ് പിൻവലിച്ച കാര്യം പറഞ്ഞു. അങ്ങനെ ഒരു രേഖ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടെങ്കിൽ എനിക്ക് അയച്ചിട്ടുണ്ട്, അഭിലാഷിനൊന്ന് അയച്ചു കൊടുത്താൽ ഞാനതൊന്ന് വായിച്ച് എനിക്കതിന് ആത്മസംതൃപ്തി ഉണ്ടാക്കാം എന്ന് ഞാൻ കരുതുകയാണ്. ആയിക്കോട്ടെ, സന്തോഷം, സ്വാഗതം. മറ്റൊരു കാര്യം, ഇവിടെ ശ്രീപത്മനാഭൻ നേരത്തെ എനിക്ക് നേരെ ഇത്രക്ക് വികാരം കൊള്ളേണ്ട കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഈ NRC എന്ന് പറഞ്ഞ ഒരു വിഷയത്തിലേക്ക് എൻ്റെ ചർച്ചയിൽ കടന്നിട്ടേ ഇല്ല. ഇനി ആ വിഷയം പറയുകയാണെങ്കിൽ NRC ഇന്നും ഇന്നലെ ഒന്നുമില്ല, 951 ആസാമിൽ നടപ്പിലാക്കിയ സാധനമാണ് NRC. അത് കഴിഞ്ഞ് ബംഗ്ലാദേശ് യുദ്ധവേളയിലും ആസാം അക്കോർഡിൻ്റെ വേളയിലും ഒക്കെ NRCക്ക് വേണ്ടി അതിൻ്റെ അപ്ഡേഷന് വേണ്ടി അവിടെ മുറവിളി ഉയർന്നിട്ടുണ്ട്. 2013 സുപ്രീം കോടതി ഇടപെട്ടിട്ടാണ് ഇപ്പോൾ അത് നടന്നത്. ആ കാലത്തിനിടയിൽ ഇവിടുത്തെ അമിത്ഷാ ആഭ്യന്തരമന്ത്രിയായപ്പോൾ അദ്ദേഹത്തിൻ്റെ MHA ചെയ്ത
ഒരു പ്രവൃത്തിയാണ് ഇത് രാജ്യം മുഴുവൻ പരക്കുന്നോ എന്നൊരു സംശയത്തിനിടയാക്കിയത്. കാരണം അദ്ദേഹം ഫോറിനേഴ്സ് ട്രിബ്യൂണൽ ആസാമിൽ മാത്രം ഒതുങ്ങിയതായിരുന്നു. എല്ലാ ജില്ലാ മജിസ്ട്രേറ്റുമാർക്കും അതിനുള്ള അധികാരം അദ്ദേഹം കൊടുത്തു. രാജ്യം മുഴുവൻ ഇത് വരുമോ എന്നുള്ള സംശയം വന്നു. നേരത്തെ ഷിബു മീരാനൊക്കെ പറഞ്ഞതുപോലെ ഇതിൻ്റെ പുറകിൽ അതിൻ്റെ പുറകിൽ മറ്റൊന്ന് എന്ന് ക്രോണോളജിയുടെ ഭീഷണി വരുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ ആളുകൾ സ്വാഭാവികമായിട്ടും സംശയിക്കുകയും വാദങ്ങൾ ഉയർത്തുകയൊക്കെ ചെയ്യും. അതിന്റെ മുമ്പിൽ സ്ഥലജല വിഭ്രാന്തി കാണിക്കരുത് ശ്രീ പത്മനാഭൻ എന്ന് മാത്രമാണ് എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത്. ആർക്ക് സമയം തരാനുള്ള സാഹചര്യം എനിക്കില്ല. സമയം പൂർണ്ണമായി അവസാനിച്ചിരിക്കുന്നു. എന്തായാലും ഈ വിഷയത്തിൽ ചർച്ച നടക്കട്ടെ. വളരെ നന്ദി. എന്റെ 4 പാനലിസ്റ്റുകൾക്കും സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു. നമസ്കാരം.